റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആയത്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കട്ടായി വീണ്ടും. ഇല്ല കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഈ ഗ്ലോബൽ എസ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇതാണ് മനസ്സിലാക്കുക. R1-ലും R2-ലും നമ്മൾ BGP കോൺഫിഗർ ചെയ്യുന്നില്ല, ബാക്കി 4 കോൺഫിഗർ ചെയ്യുന്നുണ്ട്. പക്ഷെ OSPF നമ്മൾ എല്ലായിടത്തും കോൺഫിഗർ ചെയ്യുന്നുണ്ട്. ഇത് ആദ്യം മനസ്സിലാക്കി വെച്ചിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഇത് വായിച്ചാൽ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ക്വസ്റ്റ്യൻസ് ഒന്നാമത് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് നോക്കാം. Meet the following requirements ആണ്. അതായത് വെരിഫൈ OSPF configured in R1, R2, R3, R4, R5, R6. ഈ R6 എന്നുള്ള ഇതിലൊക്കെ OSPF കോൺഫിഗർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ കൺഫേം ചെയ്യണം എന്നാണ് പറയുന്നത്. അതിൻ്റെ നൈബർഷിപ്സ് ആർ ഫോംഡ് ഓൾ ഇന്റേണൽ ഫേസിംഗ് ലിങ്ക്സ് ഓഫ് ഗ്ലോബൽ SP. ഗ്ലോബൽ SPയുടെ ഇന്റേണൽ ആയിട്ടുള്ള എല്ലാ ഇതിലേക്കും നൈബർഷിപ്പ് അപ്പ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. എൻഷുർ ദാറ്റ് ലേബൽ സ്വിച്ചിങ് ഈസ് കോൺഫിഗർഡ് ഇൻ ദ ഗ്ലോബൽ SP. ലേബൽ സ്വിച്ചിങ് LDP നമ്മളത് ഇനേബിൾ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഗ്ലോബൽ സ്വിച്ചിങ് എനേബിൾ ചെയ്യണം. ഓൾ റൗട്ടർ മസ്റ്റ് ബി ലൂബാക് 0 റൗട്ടർ ID ആക്കി വെക്കണം. ദർ മസ്റ്റ് ബി നോ ടൈപ്പ് 2 LSA എനി റൗട്ടർ LSP ഗ്ലോബൽ SP എന്നുള്ള രീതിയിൽ ഇത് ചെയ്യണം എന്ന് പറയുന്നത്. ദർ മസ്റ്റ് ബി നോ ടൈപ്പ് 2 LSA ഇൻ എനി ഓഫ് റൗട്ടേഴ്സ് LSDB അറ്റ് ഗ്ലോബൽ SP. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ദ LSA ഇസ് എ ഗ്ലോബൽ SP മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ ഇൻഫർമേഷൻ അബൌട്ട് എനി ട്രാൻസിറ്റ് ലിങ്ക്സ്. ട്രാൻസിറ്റ് ലിങ്ക്സിൻ്റെ ഇതും കൊടുക്കരുത്. ഇപ്പം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ IP OSPF നെറ്റ്വർക്ക് ടൈപ്പ് പോയിന്റ് ടു പോയിന്റ് ആക്കി കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ കോൺഫിഗറേഷനിലേക്ക് വരാം. കോൺഫിഗറേഷനിൽ R1-നെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ലേബലിംഗ് MPLS LDP റൗട്ടർ ID ലൂബാക് 0 ഫോഴ്സ്. ഓക്കെ, അത് ലൂബാക് 0-നെ ഫോഴ്സ് ആക്കിയിട്ട് നമ്മൾ LDPയുടെ റൗട്ടർ ID ആക്കി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്റർഫേസ് R1 0 1 2 ഈ 3 ഇന്റർഫേസും OSPF പബ്ലിഷ് ചെയ്യണം. MPLS IP അവിടെ മെൻഷൻ ചെയ്യണം. മാത്രമല്ല ഈ 3 എണ്ണത്തിൻ്റെയും OSPF നെറ്റ്വർക്ക് പോയിന്റ് ടു പോയിന്റ് ആക്കി കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഈ റൗട്ടർ OSPF പ്രിഫിക്സ് സെപ്പറേഷൻ ഉണ്ടല്ലോ, ഇത് ലാസ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇത് എല്ലാ റൗട്ടറിലേക്കും കൊടുക്കാനുള്ള തന്നെയാണ്. പക്ഷെ ഈ പ്രിഫിക്സ് സെപ്പറേഷൻ കൊടുക്കുമ്പോൾ റൗട്ടർ ഒന്ന് സ്റ്റക്ക് ആവും, ഒത്തിരി എന്താ പറയുക, ഇത്തിരി സ്ലോ ആവും. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ഈ പ്രിഫിക്സ് സെപ്പറേഷൻ എന്നുള്ളത് എല്ലാത്തിലും കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ പഠിക്കുന്ന സമയത്തും അത് എഴുതി വെച്ചിട്ട് പഠിക്കുക. അപ്ലൈ ചെയ്യണ സമയത്ത് R1, R2, R3, R4, R5 എല്ലാം ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്ത് അതിൻ്റെ നൈബർഷിപ്പ് ഒക്കെ ഫോം ചെയ്ത് ക്ലിയർ ആയതിനു ശേഷം എല്ലാത്തിലും കൂടിയിട്ട് ഇത് റൗട്ടർ OSPF-ന്റെ പ്രിഫിക്സ് സെപ്പറേഷൻ എന്നുള്ളത് പിന്നെ ഓരോന്നിലും കൊടുക്കുക. എന്നിട്ട് OSPF-ന്റെ പ്രോസസ്സ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി കൂടിയും അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് OSPF-ന്റെ നൈബർഷിപ്പ് ഫോം ആവാത്തത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. കാരണം ഈ പ്രിഫിക്സ് സെപ്പറേഷൻ കൊടുക്കുമ്പോൾ ചെറുതായിട്ട് OSPF-ന്റെ പ്രോസസ്സ് ഒന്ന് ഡിലേ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നൈബർഷിപ്പ് എടുക്കാൻ ചിലപ്പോൾ ഇത്തിരി സമയം എടുക്കും. ഇപ്പോൾ നമ്മൾ വിചാരിക്കും വേറെ എന്തെങ്കിലും പ്രോബ്ലം ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇന്റർഫേസിലൊക്കെ OSPF എനേബിൾ ചെയ്യുക. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രീ കോൺഫിഗർഡ് ആണ്. അതായത് ഓക്കെ, ഇപ്പം ഞാൻ ഈ സൊല്യൂഷൻ അനുസരിച്ചുള്ളത് പറഞ്ഞുതരാം. അതിനുശേഷം ഇതിനൊരു സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനത് പറയാം. അപ്പോൾ ഈ പ്രിഫിക്സ് സെപ്പറേഷൻ ലാസ്റ്റ് കൊടുക്കുക. ഈ കോറിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രിഫിക്സ് സെപ്പറേഷൻ കൊടുക്കുക. അപ്പോൾ R2-നെ സംബന്ധിച്ചിടത്തോളം തന്നെ MPLS LDP റൗട്ടർ ID ലൂബാക് 0 ഫോഴ്സ് ആക്കി കൊടുക്കുക. ഇന്റർഫേസ് റേഞ്ചിൽ 0/0/2 കൊടുക്കുക. ഈ 3 ഇന്റർഫേസസ്. എന്നിട്ട് IP OSPF സെയിം കോൺഫിഗറേഷൻ നെറ്റ്വർക്ക് ടൈപ്പിലേക്ക് പ്രിഫിക്സ് സെപ്പറേഷൻ കൊടുക്കുക. R3-നെ സംബന്ധിച്ചിടത്തോളം വേറൊന്നുമില്ല. R3-നെ സംബന്ധിച്ചിടത്തോളം ഗിഗാബിറ്റ് 8 ആണ്. അത് OSPF നെറ്റ്വർക്ക് പോയിന്റ് ടു പോയിന്റ് ആക്കി കൊടുക്കുക. MPLS കൊടുക്കുക. ലൂബാക്കും OSPF ആണ് ഏരിയയിൽ ഇതാക്കണം. പ്രിഫിക്സ് സെപ്പറേഷൻ കൊടുക്കണം. R4-നെ സംബന്ധിച്ചിടത്തോളം സെയിം. R4-നെ സംബന്ധിച്ചിടത്തോളം സെയിം ആണ്. R4-നെ സംബന്ധിച്ചിടത്തോളം ഗിഗാബിറ്റ് 8 പ്രിഫിക്സ് സെപ്പറേഷൻ കൊടുക്കണം. വേറെ കുഴപ്പമൊന്നുമില്ല. R5-നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രീ കോൺഫിഗേർഡ് അല്ല, അത് കുറച്ച് ഏരിയാസ് മിസ്സിംഗ് ആണ്. അപ്പോൾ ഇന്റർഫേസ് ഗിഗാബിറ്റ് 8-നെ എടുത്തിട്ട് അതിനെ ഇതിൽ ശ്രദ്ധിച്ചോന്നറിയാം. R4-ലും R3-ലും ഒന്നും
അതല്ല ഇനി R1-ലടക്കം നമ്മൾ ഈ ഇന്റർഫേസിനൊന്നും IP/OSPF ആണ് ഏരിയ 0 എന്ന് കൊടുത്തിട്ടില്ല. അത് കൊടുക്കാത്തത് പ്രീ കോൺഫിഗർഡ് ആയതുകൊണ്ടാണ്. ശരിക്കും അത് OSP അവിടെ പ്രീ കോൺഫിഗർഡ് ആയതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാതിരുന്നത്. ഇവിടെ അത് കൊടുക്കുന്നത് അത് ഇവിടെ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് IP/OSPF ആണ് ഏരിയ 0 എന്നുള്ളത്. ഈ ഇന്റർഫേസ് 8-ൽ ഇവിടെ ഇന്റർഫേസ് 8-ൽ നമ്മൾ അത് കൊടുത്തിട്ടില്ല. ഇവിടെ നെറ്റ്വർക്ക് പോയിന്റ് ടു പോയിന്റ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ അതും കൂടിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കാവോ, ലൂബാക്ക് 0-യും ഈ ഗാബിറ്റ് ഇത് പറഞ്ഞിട്ട് 8-ഉം OSPF-ൽ പബ്ലിഷ് ആവണം. അപ്പോൾ വെരിഫിക്കേഷൻ സമയത്ത് നമ്മളത് നോക്കണം എന്നർത്ഥം. ഇന്റർഫേസ് ലൂബാക്ക് 0, IP/OSPF 0 എന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ലൂബാക്ക് 0. കാരണം R4-ലെ ലൂബാക്കിനെ OSPF-ൽ പബ്ലിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അത് പ്രീ കോൺഫിഗർഡ് ആണ്. പക്ഷെ R5-ൽ നമ്മൾ ലൂബാക്കിന് OSPF ആണ് ഏരിയ 0-ൽ കൊടുത്തിട്ടുണ്ട്. R6-നെ സംബന്ധിച്ചിടത്തോളം ലൂബാക്ക് ഫോഴ്സ് ചെയ്തിട്ട് റൗട്ടർ ID ലൂബാക്ക് 0-ന് പറഞ്ഞിട്ടുണ്ട്. പോയിന്റ് ടു പോയിന്റ് ആണ് റൗട്ടർ OSPF പ്രിഫിക്സ് സെപ്പറേഷൻ. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ട് ഇതാണ് അതിൻ്റെ കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഇത്തിരി കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. അതായത് R1, R2 ഈ രണ്ടെണ്ണത്തിന് ഈ R1, R2-ഉം ഈ നമ്മൾ ഇത് എല്ലാതും കൂടി ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സമയം കിട്ടില്ല. അപ്പൊ ഇന്റർഫേസ് റേഞ്ച് ഗിഗ് എന്താണ് 0/0-2. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, IP/OSPF 1 ഏരിയ 0, IP/OSPF നെറ്റ്വർക്ക് പോയിന്റ് ടു പോയിന്റ്. എന്നിട്ട് റൗട്ടർ OSPF 1 പ്രിഫിക്സ് സെപ്പറേഷൻ. അതിൽ ലൂബാക്ക് 0 കൂടി ഉണ്ട് കേട്ടോ. ഇന്റർഫേസ് ലൂബാക്ക് 0, IP/OSPF ഏരിയ 0. ഈ സാധനം R1-ലോ R2-ലാണ് കോൺഫിഗർ ചെയ്യുക. ഇതാണ് അതിൻ്റെ കംപ്ലീറ്റ് കോൺഫിഗറേഷൻ. ഇനി അതിൻ്റെ ലൂബാക്ക് OSPF-ൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ, മറ്റേ ഏരിയാസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ നോക്കണ്ട. അതുപോലെ തന്നെ R3, R4, R5, R6 ഈ 4 കൂടിയിട്ട് ഇന്റർഫേസ് ലൂബാക്ക് 0, IP/OSPF 1 ഏരിയ 0. ഇതിന് മറ്റേ ഇത് കൊടുക്കണം കേട്ടോ, MPLS LDP റൗട്ടർ ID എന്നുള്ള സാധനം. MPLS LDP റൗട്ടർ ID ലൂബാക്ക് 0 യൂസ് ചെയ്തിട്ട് റൗട്ടർ ID ലൂബാക്ക് 0 യൂസ് ചെയ്തിട്ട് ആദ്യം റൗട്ടർ ID ലൂബാക്ക് 0 പോസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇന്റർഫേസ് ലൂബാക്ക് 0-നെ എടുത്തിട്ട് നമ്മൾ നോക്കണ്ട പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇന്റർഫേസ് ലൂബാക്ക് 0, IP/OSPF 1 ഏരിയ 0 എന്ന് കൊടുക്കുക. ഇന്റർഫേസ് ഗിഗ് 8 R4-ന്റെ R3-ന്റെയും R3, R4, R5, R6-ന്റെ ഒക്കെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വരുന്ന ഗിഗാബിറ്റ് 8 ആണ്. അവിടെ ഈ സെയിം കൊടുക്കുക IP/OSPF 1 ഈ സാധനം കൊടുക്കുക. IP/OSPF 1 ഏരിയ 0, IP/OSPF നെറ്റ്വർക്ക് പോയിന്റ് ടു പോയിന്റ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഇന്റർഫേസ് ലൂബാക്ക് 0 അത് നമ്മൾ ഓൾറെഡി കൊടുത്തല്ലോ പ്രിഫിക്സ് സെപ്പറേഷൻ. ഈ സാധനം R3, R4, R5, R6-ലാണ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലയിടത്ത് ചിലത് ഉണ്ടാവും. ഇതിപ്പോൾ R1-നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ IP/OSPF 1 ഏരിയ 0 എന്ന് കൊടുത്തിട്ടില്ല. കാരണം ഇത് ഓൾറെഡി OSPF-ൽ ഉള്ളതുകൊണ്ടാണ് അവർ പറയാത്തത്. അപ്പോൾ നമ്മൾ ഏതാണ് മിസ്സിങ് എന്നുള്ളതൊക്കെ എടുത്ത് നോക്കി ഇതാക്കി വരുമ്പോഴത്തേനും നമുക്ക് സമയം പോവും. പിന്നെ മാത്രമല്ല ഇത്തിരി കൂടി എളുപ്പമാണ്. ഇത് ഇങ്ങനെ സാധനം ഇത് രണ്ടെണ്ണം കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ 1.7 ഓക്കെയാണ്. 1.7-ൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, പിന്നെ വെരിഫിക്കേഷൻ മാത്രം നോക്കിയാൽ മതി. പിന്നെ ഇന്റർഫേസ് അപ്പാണോ ഡൗൺ ആണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നിൽ കയറിയിട്ട് ഇപ്പോൾ ഇതായിട്ട് R4-നെ സംബന്ധിച്ചിടത്തോളം ഇത്ര കോൺഫിഗർ ചെയ്താൽ മതി.
R5നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും കോൺഫിഗർ ചെയ്യണം. കാരണം 8ൽ OSPF ഇനേബിൾ ചെയ്യണം, OSPF-ലേക്ക് ആഡ് ചെയ്യണം, ലൂബാക്ക് 0ൽ ചെയ്യണം. അപ്പോൾ ഏറ്റവും ഏറ്റവും ബെറ്റർ ഇങ്ങനെയുള്ള ഒരെണ്ണം നോക്കുക, എന്നിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്യുക എല്ലാത്തിലേക്കും. അപ്പോൾ തന്നെ നമുക്ക് 1.7 വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ വെരിഫിക്കേഷനാണ്. ഓരോരുത്തരും ഇഷ്ടം കേട്ടോ, എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ ഫോളോ ചെയ്തോളി. ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ R1നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ OSPF-ലേക്ക് കയറിയിട്ട് നമ്മൾ അതിൻ്റെ റൂട്ട്സ് നോക്കുകയാണ്. അതായത് 2, 3, 4, 5, 6. അതായത് ഇവിടെയുള്ള R1നെ സംബന്ധിച്ചിടത്തോളം 2, 3, 4, 5, 6 അത് അവിടെ വന്നിട്ടുണ്ടെന്ന് എൻ്റെ റൗട്ട് ഇപ്പോൾ OSPF-ൻ്റെ റൗട്ട് നോക്കുന്നുണ്ട്. അത് 3 അവിടെ വന്നിട്ടുണ്ട്. LDP നൈബേഴ്സ് വന്നിട്ടുണ്ടോ നോക്കണം. അപ്പോൾ R1നെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെയാണ് നൈബർ? R1നെ സംബന്ധിച്ചിടത്തോളം R2, R3, R5 ആണ് നൈബേഴ്സ് ഉള്ളത്. അപ്പോൾ ആ നൈബേഴ്സ് അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ അത് അവിടെ വന്നിട്ടുണ്ട്. 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ മറ്റേതിനും കൂടി വെരിഫൈ. R2നെ സംബന്ധിച്ചിടത്തോളം റൗട്ട് നോക്കുക. R2നെ സംബന്ധിച്ചിടത്തോളം 4, 1, 6 അതും അവിടെ വന്നിട്ടുണ്ടാവും. 1, 4, 6 അതിന് വെരിഫൈ ചെയ്യുക. എന്നിട്ട് 1.8 1.8ഉം സിമ്പിളാണ്. 1.8ഉം ഇതേ കോറിൽ വെച്ചിട്ടാണ്. അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ എല്ലാത്തിലും OSPF ഇനേബിൾ ചെയ്യും. പിന്നെ R3, R4, R5, R6ൽ മാത്രം BGP ഇനേബിൾ ചെയ്യും. അപ്പോൾ ഈ OSPF ഇനേബിൾ ചെയ്യണതാണ് 1.7. 1.8 എന്ന് പറയുന്നത് അവിടെ BGP അപ്പാക്കുന്നതാണ്. BGP ഇതിൽ മാത്രമല്ല, അതിൻ്റെ ഔട്ടർ ഏരിയയിലും നമ്മൾ BGP അപ്പാക്കുന്നുണ്ട്. അതായത് R3നെ സംബന്ധിച്ചിടത്തോളം ഈ 2 പോയിന്റിലും കൂടി BGP നമ്മൾ അപ്പാക്കും, ഈ BGP അപ്പാക്കും. R5നെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ അപ്പാക്കും, ഇത് അപ്പാക്കും. R6നെ സംബന്ധിച്ചിടത്തോളം നോക്കി നോക്കാം എന്തോരം ഡീപ്പായിട്ട് നമ്മൾ കോൺഫിഗർ ചെയ്യണമെന്നുള്ളത്. 1.8ലെ സംബന്ധിച്ചിടത്തോളം പറയാണ് BGP ഫോളോയിങ് റിക്വയർമെന്റ്സ് പറഞ്ഞാൽ താഴത്തുള്ളത് പറയാണ്. R3, R4, R5, R6 ഈ 4 R1, R2 ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാത്തിലും പ്രൊവൈഡർ എഡ്ജ് റൗട്ടേഴ്സ് ആണ്. The PE routers must exchange VPN v4 routes with each other without using route reflector. Route reflector ഉപയോഗിക്കാതെ VPN v4 കോൺഫിഗർ ചെയ്യണം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. PE റൗട്ടേഴ്സ് ഇതാണെന്നുള്ളത് നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. The PE routers is import and export all Xander originator routes to the FABD2. ഈ FABD2 VRF ടേബിൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊരു VRF ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ ഒരു VRF ഉണ്ട്, FABD2 എന്ന് പറഞ്ഞൊരു VRF ടേബിൾ ഉണ്ട്. അതിലേക്ക് വരുന്ന റൗട്ടേഴ്സ് എല്ലാതും ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻക്ലൂഡിങ് കമന്റ്സ് റൗട്ടർ ബ്രാഞ്ച് 3, ബ്രാഞ്ച് 4. ദോസ് കണക്റ്റഡ് ടു ദ റൗട്ടർ. ബ്രാഞ്ച് 3, ബ്രാഞ്ച് 4, ബ്രാഞ്ച് 3 ആണ്, ബ്രാഞ്ച് 3, ബ്രാഞ്ച് 4 അത് പറയാം. അതായത് ഇവിടെ ഒരു FABD2 എന്ന് പറയുന്ന ഒരു VRF ഉണ്ട്. ആ VRF-ൽ വരുന്ന എല്ലാ റൗട്ട്സും ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യണം എന്നാണ് പറഞ്ഞത്. കാരണം ഇതിലായിട്ടുള്ള കണക്ഷൻ വരുന്ന R6നെ എസ് നമ്പർ ബ്രാഞ്ച് 3ഉം ബ്രാഞ്ച് 4ഉം ആയിട്ടും കണക്ഷൻ ഉണ്ട്. കണ്ടില്ലേ? അത് അവരവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. R5ന് ബ്രാഞ്ച് 3 മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല. എന്തായാലും ഈ FABD2 എന്ന് പറയുന്ന VRF-ന്റെ ഉള്ളിലേക്ക് വരുന്ന റൗട്ടേഴ്സ് എല്ലാം ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യണം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. R3 മസ്റ്റ് ബി 5 ആക്റ്റീവ് PS, BGP PS. അതായത് R3നെ സംബന്ധിച്ചിടത്തോളം 5 BGP PS ഉണ്ടാവണം എന്നുള്ളതാണ്. അതുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ R3നെ സംബന്ധിച്ചിടത്തോളം 1, 2, 3 3 BGP PS ഇവിടെ വരും, 2 BGP PS ഇവിടെയും വരും. 1, 2 ഈ 2 ഇന്റർഫേസ് വരും. അപ്പോൾ R3നെ സംബന്ധിച്ച് പ്രോപ്പറായിട്ട് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ 5 വരണം എന്നുള്ളത്. 5 വരും. അതിന് നമ്മൾ കൂടുതലൊന്നും ചെയ്യേണ്ട. 5 വരും എന്നുള്ളത്. മസ്റ്റ് ഹാവ് 5 BGP PS വേണമെന്നുള്ളതാണ് പറഞ്ഞത്. അതായത് ഇത് ഇൻക്ലൂഡഡ് അല്ല എന്നാണ് പറയുന്നത്. ഈ ഒരു കണക്ഷൻ്റെ ഇത് ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആ ഒരു IASO അങ്ങനെയൊക്കെ പറയുന്ന ബ്രാഞ്ച്. ആ ബ്രാഞ്ച് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളത് പറഞ്ഞു. ജിസ് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻഷുർ ദാറ്റ് R1, R2 P റൗട്ടേഴ്സ് ആണ്. The routers must not run BGP to use the switch packet wise level. അതായത് ഇവിടെ BGP എനേബിൾ ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് R1ലും R2ലും അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പാസ്വേഡ് CCI infra 4 എന്നുള്ളത് കൊടുക്കണം. ഓർ BGP സെഷൻ അറ്റ് ഗ്ലോബൽ SP to secure യൂസിങ് പാസ്വേഡ് CCI infra 4 എന്നുള്ളത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ R3, R4, R5, R6 ഈ 4 പേരും BGP നൈബർഷിപ്പ് ഫോം ചെയ്യുമ്പോൾ
അവരൊരു പാസ്വേഡ് യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. BGPന്റെ നൈബർഷിപ്പിന് പാസ്വേഡ് യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് കോൺഫിഗറേഷനിലേക്ക് പോകാം. അപ്പോൾ ഇതിനോടും കാര്യങ്ങൾ ക്ലിയർ ആവും. അതായത് R3നെ സംബന്ധിച്ചിടത്തോളം R3യിലേക്ക് വരുന്നതും നമ്മൾ പറഞ്ഞ ഒരു FABD2 പറഞ്ഞൊരു VRF ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യണം. VRF ഡെഫിനിഷൻ FABD2, അതിൻ്റെ RD എന്ന് പറഞ്ഞത് 10,000, പിന്നെ റൗട്ടറിൻ്റെ നെയിം കൊടുക്കണം, റൈറ്റിൻ്റെ നമ്പർ 3 എന്നുള്ളത് കൊടുക്കണം. എന്നിട്ട് പറഞ്ഞിട്ട് ഈ VRFിലുള്ള എല്ലാതും ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യണത് ഈ ഒരൊറ്റ ഇതിലാണ്. 10,001:1 എന്നുള്ള നമ്പറിലാണ് നമ്മൾ എക്സ്പോർട്ടും ചെയ്യേണ്ടത്, IDയിലാണ് നമ്മൾ എക്സ്പോർട്ടും ചെയ്യേണ്ടത്, ഇമ്പോർട്ടും ചെയ്യേണ്ടത്. അപ്പോൾ റൂട്ടാക്കിയിട്ട് ഇമ്പോർട്ടും ചെയ്യുക, എക്സ്പോർട്ടും ചെയ്യുക, അഡ്രസ് ഫാമിലി 4 മെൻഷൻ ചെയ്യുക. മാത്രമല്ല ഇനി നമ്മൾ FABD2 എന്ന് പറഞ്ഞൊരു VRF ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ VRFനെ ഈ രണ്ട് ഇന്റർഫേസസ് ഉണ്ട്, ഗിഗാബിറ്റ് 1ഉം 2ഉം. R3ന്റെ പോയിന്റ് ഓഫ് വ്യൂ ഗിഗാബിറ്റ് 1ഉം 2നെയും ഈ VRFിലേക്ക് ആഡ് ചെയ്യണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് R3യിൽ നമ്മൾ ആദ്യം ഒരു VRF ക്രിയേറ്റ് ചെയ്യണം, അതിനെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യണം. അത് എന്നിട്ട് VRF ക്രിയേറ്റ് ചെയ്തു, അതിനെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്ത് മാറ്റി നിർത്തും. മാത്രമല്ല ഗിഗാബിറ്റ് 1നും 2നും VRFിലേക്ക് കോൾ ചെയ്യാണ് അടുത്ത സ്റ്റെപ്പ്. ഇന്റർഫേസ് ഗിഗാബിറ്റ് 1ൽ കയറിയിട്ട് VRF ഫോർവേഡിങ് FABD2 എന്ന് കൊടുക്കണം. ഇതെന്താ സംഭവിച്ചാൽ ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഇത് കോൺഫിഗർ ചെയ്യുന്നതിനായിട്ട് മുന്നേ ഈ കമാൻഡ് VRF ഫോർവേഡിങ് FABD2 എന്ന് കൊടുക്കുന്നതിനായിട്ട് മുന്നേ R3ന്റെ ഗിഗാബിറ്റ് 1ൽ കയറിയിട്ട് ഷോ IP റൺ ഇന്റർഫേസ് എന്ന് കൊടുത്തിട്ട് ഗിഗാബിറ്റ് 1 കൊടുത്തിട്ട് IP നിങ്ങൾക്ക് കോപ്പി ചെയ്ത് വെക്കാം. കാരണം ഈ IP ഒന്നും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല, ലാബിൽ എക്സാമിലൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 100.3.11.0 എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ 21 തൊട്ടിട്ട് 100.3.21 എന്നുള്ളത് ഇതൊന്നും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്റർഫേസസിൽ കയറിയിട്ട് ആ IP നോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക. IPയും അതിൻ്റെ സബ്നെറ്റ് മാസ്കും എടുത്തിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം VRF ഫോർവേഡിങ് FABD2 എന്ന് കൊടുക്കുക. കാരണം VRF ഫോർവേഡിങ് FABD2 എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ IP റിലീസായി പോകും. അത് സെയിം IP തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്, പക്ഷെ VRFിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പ്രീ കോൺഫിഗർഡ് ആയിട്ടുള്ള IP നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അത് പിന്നെ നമ്മൾ വീണ്ടും കോൺഫിഗർ ചെയ്യണം. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇത് കാണാതെ പഠിക്കുക, അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എക്സാമിൻ്റെലോ അല്ലെങ്കിൽ ലാബ് ചെയ്യുമ്പോൾ തന്നെ ഇത് കൊടുക്കുന്നതായിട്ട് മുന്നേ അതിൻ്റെ IP ഏതാണെന്ന് വെച്ചാൽ ആ IPയും സബ്നെറ്റ് മാസ്കും നമ്മൾ എടുത്തിട്ട് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. അതും കൂടി ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ വരില്ല. ഇത് കാണാൻ ഇവിടെ സബ്നെറ്റ് മാസ്ക് പറയുന്നത് 30 ആണ്. അതുകൊണ്ട് തന്നെ 255.255.252 എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ കൊടുക്കാൻ മറക്കും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളതും വേണ്ട, ചിലപ്പോൾ കോപ്പി ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഇത് കാണാതെ പഠിക്കാം. അങ്ങനെ നമ്മൾ ഗിഗാബിറ്റ് 1ഉം 2ഉം നമ്മൾ VRFിലേക്ക് കോൾ ചെയ്യണം. അങ്ങനെ നമ്മളിപ്പോൾ ഏരിയാസും VRFും എക്സ്പോർട്ടും ഇമ്പോർട്ടും കഴിഞ്ഞു, ഇന്റർഫേസും ഒക്കെ റെഡിയാക്കി. ഇനി നമ്മൾ BGP കോൺഫിഗർ ചെയ്യണം. അപ്പോൾ BGP കോൺഫിഗർ ചെയ്യുമ്പോൾ BGP റൗട്ടർ ID 10,000 റൗട്ടർ ID എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ റൗട്ടർ ID 100.2 ഇതിൻ്റെ ഉള്ളിലൊക്കെ ID വരുന്നത് 100.255.254 വരെയാണ്, .4 ആണ്. .4, .3, .5, .6 അങ്ങനെ വരുന്നത്. ബാക്കിയുള്ളിടത്തൊക്കെ നമ്മൾ 10.2.255 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് പോണിച്ചാൽ ഗ്ലോബൽ SP-യുടെ ഉള്ളിൽ 100, 255, 254 ഈ മൂന്നെണ്ണം ഇങ്ങനെ പോകും. 100, 255, 254. അതിനുശേഷമാണ് നമ്മൾ ഈ നമ്പേഴ്സ് ആ റൗട്ടറിൻ്റെ നമ്പർ നെയിം അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ BGP കോൺഫിഗർ ചെയ്യാണ്. BGP കോൺഫിഗർ ചെയ്യുമ്പോൾ റിമോട്ട് IS 10,000 എന്ന് പറയണു, അപ്ഡേറ്റ് സോഴ്സ് ലൂബാക്ക് 0 എന്നുള്ളത് പറയണു, പിന്നെ പാസ്വേഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് കൊടുക്കണം. ഈ മൂന്നെണ്ണം അതിൻ്റെ. അപ്പോൾ R3നെ സംബന്ധിച്ചിടത്തോളം R1ലും R2ലും BGP ഇല്ല. R3നെ സംബന്ധിച്ചിടത്തോളം ബാക്കി ഈ മൂന്നെണ്ണത്തിനായിട്ട് നൈബർഷിപ്പ് ഫോം ചെയ്യണം. ആ ഫോം ചെയ്യുന്നതിന് പാസ്വേഡ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് 4നും ആ മൂന്നെണ്ണം കൊടുത്തു, 5നും ആ മൂന്നെണ്ണം കൊടുത്തു, 6നും ആ മൂന്നെണ്ണം കൊടുത്തു. എന്നിട്ട് നമ്മൾ VPN v4ൻ്റെ കയറിയിട്ട്, കാരണം VPN v4ൽ ചെയ്യണം എന്നാണ് പറഞ്ഞിങ്ങനെ, VPN v4ൽ കയറിയിട്ട് നമ്മളിത് ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ കമാൻഡ് പഠിക്കണം എന്നില്ല, ഇത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആവുന്ന ഒരു കമാൻഡാണ്, സെൻഡ് കമ്മ്യൂണിറ്റി എക്സ്റ്റെൻഡ് എന്നുള്ളത്. അത് കൊടുക്കണ്ട. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അഡ്രസ് ഫാമിലി ആപ്ലിക്കേഷൻ അഡ്രസ് ഫാമിലി VPN v4ൽ കയറിയിട്ട് ഈ 4 ഇന്റർഫേസസ്, അതായത് 4, 5, 6 അതിനെ ആക്ടിവേറ്റ് ചെയ്യുക. പിന്നെ R3നെ സംബന്ധിച്ച് അഡ്രസ് ഫാമിലി നമ്മൾ ഈ രണ്ട് ഇന്റർഫേസിനെ നമ്മൾ VRFിലേക്ക് കോൾ ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് കോൺഫിഗർ ചെയ്യണം. അഡ്രസ് ഫാമിലി ആപ്ലിക്കേഷൻ ഫോർ VRF FABD2 എന്ന് പറഞ്ഞ VRFിൽ കയറിയിട്ട് റീഡിസ്ട്രിബ്യൂട്ട് കണക്റ്റഡ്, അത് പ്രീ കോൺഫിഗർ ഇതാണ്.
റീഡിസ്ട്രിബ്യൂട്ട് കണക്റ്റഡ് എന്നുള്ളത് കൊടുത്തു. റീഡിസ്ട്രിബ്യൂട്ട് കണക്റ്റഡ് എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ നൈബറിനെ പറഞ്ഞു കൊടുക്കണം. 100.3.11.2 ഇതാണ് ഇവിടെ 100 ഇതാണല്ലേ 2.2 100.3.11.2 റിമോട്ട് ഐസ് 65001 എന്ന് കൊടുത്തു. ഹെഡ്ക്വാർട്ടേഴ്സിന്റെ BGP-യുടെ ഐസ് 65001 ആണ്. എന്നിട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്യണം. അതേപോലെ ഡാറ്റാ സെന്ററിൽ ഇവിടെ 100.3.21.2 അത് നമ്മളിവിടെ പറഞ്ഞു കൊടുത്തു. അത് ആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, റീഡിസ്ട്രിബ്യൂട്ട് കണക്റ്റഡ് എന്നുള്ള കമന്റ് മാത്രമാണ് നമ്മൾ അതിൽ കാണാതെ പഠിക്കേണ്ടത്. കാരണം നമുക്ക് അത് മാത്രമാണ് കണക്റ്റഡ് അല്ലാതെ എടുക്കുന്നുണ്ടാവും. അത് പ്രീക്വൻഫൈഡ് ആയിരിക്കണം. അറിയില്ല എന്താണ് അതങ്ങനെ റീഡിസ്ട്രിബ്യൂട്ട് കണക്റ്റഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, അത് കൊടുക്കണം എന്നുള്ളത്. അത് ചിലപ്പോഴും മിസ്സാവാറുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ R4-നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു RD അല്ല, റൂട്ട് ടാർഗറ്റ് ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പേരിൽ അവർ 10,004 എന്നുള്ള രീതിയിൽ എക്സ്പോർട്ടും ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടും ചെയ്തിട്ടുണ്ട്. നമ്മളത് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ യൂസ് ചെയ്യണത് 10,001 എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം R4-ൽ കയറിയിട്ട് അവിടെ ഫാബ്രിക് എന്നുള്ള VRF മിസ്സിംഗ് ആണ്. അപ്പോൾ നമ്മൾ VRF ഡെഫിനൈ ചെയ്തു. എന്നിട്ട് അതിന് RD കൊടുത്തു. എന്നിട്ട് അവിടെ പ്രീകോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ടാർഗറ്റ് ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്നുള്ളത് റിമൂവ് ചെയ്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞ റൂട്ട് ടാർഗറ്റ് ഇമ്പോർട്ട് എക്സ്പോർട്ട് 10,001 എന്നുള്ള രീതിയിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്തു. ഇതാണ് R4-ലുള്ളത്. ഇതുള്ളൂ. പിന്നെ ബാക്കിയുള്ളതിലെല്ലാം ഇവിടെയും ഒരു ഇത്. പിന്നെ R4-നെ സംബന്ധിച്ചിടത്തോളം R3, R5, R6 അതിപ്പോ R4-നെ സംബന്ധിച്ചിടത്തോളം 3, 5, 6 356-ന് ബാക്കിയുള്ളതൊക്കെ അവിടെ കോൺഫിഗേർഡ് ആണ്. നമ്മുടെ അടുത്ത് പാസ്വേഡ് ചെയ്യാനാ പറഞ്ഞത്. പാസ്വേഡ് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. ക്വസ്റ്റ്യനിൽ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് എൻഷുർ ദാറ്റ് ആൾ BGP സെഷൻ ആറ്റ് ഗ്ലോബൽ SP സെക്യൂറിംഗ് വിത്ത് പാസ്വേഡ്. ഇവിടെ പാസ്വേഡ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഇവിടെ പ്രീ കോൺഫിഗേർഡ് ആണ് ഈ ഏരിയസിലൊക്കെ. അതായത് R3-ൽ മാത്രവും R4-ൽ ഒരു ഏരിയ മാത്രമാണ് കോൺഫിഗർ അല്ലാത്തുള്ളൂ. ബാക്കിയുള്ളിടത്തോടത്തൊക്കെ R5, R6 ഒക്കെ കോൺഫിഗേർഡ് ആണ്. അപ്പോൾ അവിടെ മിസ്സിംഗ് ആയിട്ട് വരിക പാസ്വേഡ് ഇപ്പോഴാണ് കൊടുക്കാൻ പറഞ്ഞത്. ആ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ബാക്കിയുള്ള എല്ലാത്തിലും R4-നെ സംബന്ധിച്ചിടത്തോളം R4 3, 5, 6 ആ നൈബേഴ്സിനെ പിടിച്ചിട്ട് പാസ്വേഡ് ഇതാണെന്ന് പറഞ്ഞു കൊടുക്കണം. R5-നെ സംബന്ധിച്ചിടത്തോളം BGP-യിൽ കയറിയിട്ട് ഇതാണ് പാസ്വേഡ്. R5-നെ സംബന്ധിച്ചിടത്തോളം 3, 5, 6 ആണ്. 3, 5 R5-നെ സംബന്ധിച്ചിടത്തോളം 3, 4, 6 ആണ്. 3, 4, 6-ലേക്ക് കൊടുക്കണം. R6-നെ സംബന്ധിച്ചിടത്തോളം R6 ഒഴികെയുള്ള ബാക്കിയുള്ള ഈ 3 എണ്ണത്തിലും പിടിച്ചിട്ട് അവരുടെ നൈബർഷിപ്പിൽ പാസ്വേഡ് നൈബർ പാസ്വേഡ് ഇതാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല. അതാണ് അതിൽ ചെയ്യാനുള്ളത്. ഇനി നമ്മൾ അതിൻ്റെ വെരിഫിക്കേഷൻ നോക്കുകയാണ്. അതിനുശേഷം നമ്മളൊന്ന് ക്ലിയർ BGP കൊടുക്കുക. ക്ലിയർ BGP കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഈ കോൺഫിഗറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം BGP ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തിരി നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. R3-ൽ കയറിയിട്ട് ഷോ BGP VPN for unique host all summary കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ 4, 5, 6 അത് ഉള്ളിലുള്ളതാണ്. നമ്മുടെ R3-നെ സംബന്ധിച്ചിടത്തോളം 4, 5, 6 ഈ 6 ഇവിടെ ഉണ്ട്. ഈ 6ഉം കൂടി കിട്ടും. പിന്നെ 2 ഔട്ട് ഓഫിലുള്ളത് AS നമ്പർ 601-ഉം 602-ഉം അതും അപ്പായിട്ടാണ്. അപ്പോൾ ടോട്ടൽ 1, 2, 3, 4, 5. R3-നെ സംബന്ധിച്ചിടത്തോളം 5 നൈബർ അപ്പാണ്. അപ്പം ആവണമെന്നും പറഞ്ഞിരുന്നു. അത് നോർമലി അപ്പാവും. നമ്മൾ കൂടുതലൊന്നും ചെയ്യേണ്ട, പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്താൽ തന്നെ അതപ്പാവും. R4-നെ സംബന്ധിച്ചിടത്തോളം 3 പേരുള്ളൂ. 3, 5, 6. R6-നെ സംബന്ധിച്ചിടത്തോളം R5-നെ സംബന്ധിച്ചിടത്തോളം 3, 5, 6 ഉണ്ട്. പിന്നെ 61.2 അതായത് ഈ ലിങ്ക് ഇതാണ് R5. ഈ ലിങ്ക് ഓൾറെഡി പ്രീ കോൺഫിഗർഡ് ആണ്. ഇത് അപ്പാണ്. അപ്പോൾ R5-നെ സംബന്ധിച്ചിടത്തോളം 4 നൈബർ ഉണ്ടാവും. 1, 2, 3, 4 അല്ല 4 എന്താണ് പറയുക നൈബർഷിപ്പ് ഉണ്ടാവും BGP-ന്റെ. R6-നെ സംബന്ധിച്ചിടത്തോളം
4 അല്ല 5 ഉണ്ടാവും, കാരണം ഇവിടെ 2 ഉണ്ട്. AS നമ്പർ 6006-ലും 6007-ലും ഇതുണ്ട്. അപ്പൊ ഈ ഒരു നൈബർഷിപ്പ് അപ്പ് ആയതുകൊണ്ടാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഈ ബ്രാഞ്ച് 3-ന്റെയും ബ്രാഞ്ച് 4-ന്റെയും റൗട്ടർ കിട്ടണമെന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇവിടെയും എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ ചെയ്യുന്നത്. അത് ഓൾറെഡി പ്രീ കോൺഫിഗർ ആണ്, അതുകൊണ്ടാണ് നമ്മൾ R6-ൽ ചെയ്യാത്തത്. നമ്മൾ കോൺഫിഗറേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷോറൺ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ബാക്കിയുള്ള 3-യും 4-ഉം 5-ഉം നമ്മൾ നൈബർഷിപ്പ് അപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ R7-നെ 1.8-നെ സംബന്ധിച്ചിടത്തോളം 1.7-ഉം 1.8-ഉം ഈ ഗ്ലോബൽ SP-യിലുള്ളതാണ്. 1.7 എന്ന് പറഞ്ഞാൽ OSPF ഇന്റർഫേസസ് അത് നോക്കുക. 1.8 എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളുടെ BJP അപ്പാക്കാൻ നോക്കുക. BJP അപ്പാക്കേണ്ടത് നമ്മുടെ സംബന്ധിച്ചിടത്തോളം R3-ന്റെ ഈ 2 ഇന്റർഫേസസ് ആണ് മെയിനായിട്ട് നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത്. ഇത് പ്രീ കോൺഫിഗർഡ് ആണ്, ഇതും പ്രീ കോൺഫിഗർഡ് ആണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള എന്താണ് VPN v4-ഉം നമ്മൾ നോക്കുന്നു. അതാണ് 1.8. 1.9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വെരിഫിക്കേഷൻ നമ്മൾ നോക്കിയതാണ്. 1.9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. അതായത് 1.9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ensure that CE propagate service provider land routers into headquarters is the solution must be written the following requirements. Do not use BGP to achieve this goal. Okay. Headquarters initial link bandwidth must be taken into account to determine the best path to each external networks learned by service provider 1. SP1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് SP1. അതായത് okay, do not BGP to achieve this goal. Headquarters internal link bandwidth must be taken into account when determining the best path to reach external network learned by service provider. ഇത് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായില്ല. അതായത് ബാൻഡ്വിഡ്ത്ത് ലിങ്ക് ബാൻഡ്വിഡ്ത്ത് മസ്റ്റ് ബി ടേക്കൻ ടു അക്കൗണ്ട്. അതായത് ബാൻഡ്വിഡ്ത്ത് നോക്കിയിട്ട് വേണം പോവാൻ എന്നുള്ളതാണ് പറഞ്ഞത്. Ensure that service provider routers are not advertising in a full class state. Ensure that the service provider routes are not advertised in full class state. Full class state-ൽ പബ്ലിഷ് ചെയ്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ റീഡിസ്ട്രിബ്യൂട്ട് R12 ISP to the global SP. അതായത് R12-ന്റെ R12-ന് ISP കണക്ഷൻ ഉണ്ട്, അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. റീഡിസ്ട്രിബ്യൂട്ട് R12 ISP കണക്റ്റഡ് ഇന്റർഫേസ് ടു ISPF എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ R21 അഡ്വർടൈസിംഗ് വാൻ ഫേസിംഗ് ഇന്റർഫേസ് R22. ഓക്കെ. stop R11 from advertising WAN interface R22. Okay. Okay. അത് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ മനസ്സിലാവും. അതായത് ഈ R21 എന്നുള്ളത് ഈ R22-ന്റെ ഈ ഇന്റർഫേസ് എന്ന് പറഞ്ഞത് ബ്രാഞ്ചിലേക്ക് പോകണമെന്നാണ്. ബ്രാഞ്ച് 1 ബ്രാഞ്ചിലേക്ക് പോണ ഈ ഒരു ഇന്റർഫേസ് ആണ്. ഈ ഇന്റർഫേസ് R11 എന്ത് ചെയ്യരുത്, അത് അഡ്വർടൈസ് ചെയ്തു വാൻ ഫേസിങ്. അതായത് ഈ ഇന്റർഫേസിനെ പറ്റിയിട്ട് R11 പറഞ്ഞു കൊടുക്കരുത്, ആർക്ക് ISPക്ക് പറഞ്ഞു കൊടുക്കരുത്. ഇതിലൂടെ പറഞ്ഞു കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്. അതായത് 101 അതായത് ഈ ഇന്റർഫേസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, ഈ ഇന്റർഫേസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ എത്തുമല്ലോ. കാരണം എന്താ വെച്ചാൽ ഇതിലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ OSPF-ഉം കാര്യങ്ങളൊക്കെ ആയിട്ട് റൗട്ടർ റീഡിസ്ട്രിബ്യൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ എത്തും. അപ്പൊ ഇതിനെ പറഞ്ഞു കൊടുക്കാതെ അത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇതിനോട് പറയരുത്, അത് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് ലാസ്റ്റിൽ പറയുന്നത്. R11 സ്റ്റോപ്പ് അഡ്വർടൈസിംഗ് വാൻ ഫേസിംഗ് ഇന്റർഫേസസ് ഫോർ R22. R11 R22-ന്റെ വാൻ ഫേസിംഗ് ഇന്റർഫേസിനെ പറ്റിയിട്ട് പറയരുത്, അത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ R11-ൽ പോയിട്ട് ഒരു ആക്സസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആക്സസ് ലിസ്റ്റ് 1 എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഡിനെ കൊടുത്തിട്ട് ഇതാണ് ഇതാണ് R22-ന്റെ വാൻ ഇന്റർഫേസ്. വാൻ ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ, എന്നിരുന്നാൽ പോലും ഇതാണ് ആ വാൻ ഇന്റർഫേസ്. 101.22.0.0.0.0.3 എന്നോട് കൊടുത്തിട്ട് അതിനെ ഡിനേ ചെയ്യിച്ചിട്ട് ബാക്കിയുള്ളതിനൊക്കെ പെർമിറ്റ് ചെയ്യുന്നു. എന്നിട്ട് പറയാണ്
R21 റൗട്ടർ 1 R11 BGP റീഡിസ്ട്രിബ്യൂട്ട് OSPF BGP റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് മെട്രിക് ടൈപ്പ് 1 ആക്കിയിട്ട്. റൗട്ടർ BGP 6500 സബ്നെറ്റ് മെട്രിക് ടൈപ്പ് 1 നമ്മൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, ഈ നമ്പറിനെ അതിലേക്ക് OSPF പറഞ്ഞു, അതായത് ഡിസ്ട്രിബ്യൂട്ട് ലിസ്റ്റ് 1 ഔട്ടാക്കിയിട്ടും കൊടുക്കുന്നുണ്ട്. അതായത് ഇതിനെ ഡിനൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ താഴത്തുള്ളത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് അവയർനെസ്സിന് വേണ്ടി നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതായത് BGP യൂസ് ചെയ്യരുത്, ബാൻഡ് വിഡ്ത്ത് ഇങ്ങനെ ഡിറ്റർമിൻ ചെയ്ത് പോകണം, സർവീസ് പവർ ഫുഡ് ക്ലാസ് സ്റ്റേറ്റിലായിരിക്കണം. ഇതാണ് R12 കണക്റ്റഡ് ഇന്റർഫേസ് റീഡിസ്ട്രിബ്യൂട്ട് R12 SP. ഇതാണ് നമ്മുടെ അടുത്ത്, ഈ രണ്ടെണ്ണമാണ് നമ്മുടെ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളൂ. ഈ 2 പോയിന്റ്, ലാസ്റ്റത്തെ 2 അപ്പോൾ അതിൽ R12 സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ഇന്റർഫേസ് ഉണ്ട്. R12 ഒരു ISP കണക്ഷൻ ഉണ്ട്, G0/0 എന്നിട്ട്. അപ്പോൾ അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. പിന്നെ ഈ R11 BGP OSPF ഇടുമ്പോൾ ഈ നെറ്റ്വർക്കിനെ പറ്റി പറഞ്ഞു കൊടുക്കരുത്, എന്നുകൂടി പറയണ്ടേ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ആക്സസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് BGP പറയണം മെട്രിക് ടൈപ്പ് 1 ആക്കി കൊടുക്കണം, ഡിസ്ട്രിബ്യൂട്ട് ലിസ്റ്റിൽ ഇതിനെ ഡിനൈ ചെയ്യണം. R12 സംബന്ധിച്ചിടത്തോളം R12 അത്ര റൗട്ടർ OSPF ആണെങ്കിൽ കണക്റ്റഡ് ഇന്റർഫേസ്, ഇത് കണക്റ്റഡ് ഇന്റർഫേസിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, സബ്നെറ്റിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഈ 2 കമന്റ്സ് ഉള്ളു 1.9. 1.9 മനസ്സിലായി എന്ന് വിചാരിക്കണം. സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഇനി സ്വിച്ച് OSPF നമ്മളത് വെരിഫിക്കേഷൻ ചെയ്യണം, വെരിഫൈ ചെയ്യാണ്. അത് സ്വിച്ച് 101 വെരിഫൈ ചെയ്യുന്നത്. അതായത് ഇവിടെയാണ് നമ്മൾ ചെയ്തത്, R11 R12 കൊടുക്കണേ. സ്വിച്ച് 101 നമ്മൾ എന്ത് വെരിഫൈ ചെയ്യണേ, നമ്മൾ വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ റൂട്ടുകളൊക്കെ വരുന്നുണ്ടോ, എക്സ്റ്റേണൽ റൂട്ടുകളായിട്ട് നമുക്ക് അതായത് 10.6.25.61 ഈ റൂട്ട് വരുന്നത് ഇവിടുന്നാണ്. ഈ റൂട്ട് വരുന്നത് ഇതിലാണ്, അതായത് 10.6 ഇതിൻ്റെ IP ആണ്. 61 റൗട്ടർ ID ആണ് ഈ കാണുന്നത്. 10.6.25.61 62 7 അപ്പുറത്താണ്. 7 ഇതാണ്. പിന്നെ 100.3.11.0 21 61 61.0 100. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർഫേസസ് ആണ്. ഏത് വെച്ചിട്ടാ ഇത് കണ്ടില്ല, 100.5.61 ഈ നെറ്റ്വർക്ക് അവിടെ എത്തുന്നുണ്ടോ നോക്കുന്നുണ്ട്, ഈ നെറ്റ്വർക്ക് അവിടെ എത്തുന്നുണ്ടോ. അതായത് ഈ താഴത്തുള്ള കണക്ഷൻസ് ഒക്കെ എവിടെ എത്തുന്നുണ്ടോ, സ്വിച്ചിൽ കിട്ടുന്നുണ്ടോ. അതായത് ഇവിടെ നമ്മൾ കൊടുത്ത റീഡിസ്ട്രിബ്യൂട്ടറും ഈ ഇവിടുത്തെ റീഡിസ്ട്രിബ്യൂഷനും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ നെറ്റ്വർക്കുകളൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് വെരിഫൈ ചെയ്യുന്നത്. ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ബാക്കിയുള്ളതും കൂടി ഇന്റർഫേസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഈ ഇന്റർഫേസസ് ആണ് ഈ എന്താ 200.99. 200.99.12.0 എന്നുള്ള പറയുന്ന ഇന്റർഫേസ്. അപ്പോൾ ഇത് ഈ റീഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പറായിട്ട് വർക്ക് ഉണ്ടോ എന്നുള്ളതിനൊരു വെരിഫിക്കേഷൻ ആണ്. ഷോ IP OSPF കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്യാൻ പറ്റും. വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കുക. ഇനി 1.10 സംബന്ധിച്ചിടത്തോളം 1.10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലാണ്. 1.10 പറയുന്നത് R5-ഉം R61-ഉം R6-ഉം R62 ഇവർ തമ്മിലുള്ള BGPയുടെ നെബർഷിപ്പിനെ പറ്റിയിട്ടാണ് 1.10 പറയുന്നത്. നമ്മൾ R3 നമ്മൾ ചെയ്തിട്ടുള്ളത് 1.8 ചെയ്തിട്ടുണ്ടായിരുന്നു. 1.9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കിട്ടുന്ന റൗട്ടുകളൊക്കെ സ്വിച്ച് 1-ലും സ്വിച്ച് 2-ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇനിയുള്ളത് ഈ താഴത്ത് R5-ഉം R6-ഉം ഉള്ള ഈ BGPന്റെ ഉള്ള നൈബർഷിപ്പും. ആ നൈബർഷിപ്പ് അപ്പാണ്. മാത്രമല്ല അവർ കുറച്ച് റിക്വയർമെന്റ്സ് പറയുന്നുണ്ട്. ഇന്ന സെക്യൂരിറ്റി യൂസ് ചെയ്യണം, ഇത്ര മിനിറ്റിൽ പോൾ ചെയ്യണം, അതല്ലെങ്കിൽ ഷട്ട് ഡൗൺ ആയിട്ട് കൺസിഡർ ചെയ്യണം. കുറച്ച് റിക്വയർമെന്റ്സ് തരികയാണ് നമുക്ക്, നമ്മളത് കോൺഫിഗർ ചെയ്യാം, അത്രയേ ഉള്ളൂ.
അതായത് കോൺഫിഗർ ദ ലിങ്ക് ബിറ്റ്വീൻ R5 R6 ലിങ്ക് R6 ആൻഡ് ലിങ്ക് ബിറ്റ്വീൻ R6 ആൻഡ് R62 എൻഹാൻസ്ഡ് ഫെയിലിയർ ഡിറ്റക്ഷൻ. അതായത് ഈ രണ്ട് ലിങ്കും, അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ R5ഉം R61ഉം R6ഉം R62ഉം തമ്മിലുള്ള ലിങ്ക് നമ്മൾ ചെയ്യണം എന്നാണ് പറയുന്നത്. The link must be polled every 333 milliseconds and considered as failed after 3 milliseconds polled. അങ്ങനെയുള്ള ഒരു സാധനം നമ്മൾ ഇവിടെ കോൺഫിഗർ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിനാണ് നമ്മൾ BFT ഇന്റർവൽ 333 മിൻ, പിന്നെ അത് 3 മൾട്ടിപ്ലൈ ബൈ 3 കൊടുക്കുന്നത് 3 മോൾ മിസ് ചെയ്യണം എന്ന് പറയുന്നതുകൊണ്ടാണ്. Upon failure, BGP section must be brought down until the link is recovered. അത് ഈ ലിങ്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഡൗൺ ആയിട്ട് തന്നെ കിടക്കണം, വേറെ റിക്കവർഡ് ആവണ വരെ എന്നുള്ളത് ജസ്റ്റ് ഒരു കമന്റ് ആയിട്ട് അവർ പറഞ്ഞു തന്നേ ഉള്ളൂ. പ്രൊട്ടക്ഷൻ BGP സെഷൻ R51 R62 and 62 CPU യൂട്ടിലൈസേഷൻ ബേസ്ഡ് അറ്റാക്ക് യൂസിങ് ഫോർഗോട്ട് IP പാക്കറ്റ്സ്. അതും അവർ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി പറഞ്ഞു. പ്രൊട്ടക്ഷൻ BGP സെഷൻ ബിറ്റ്വീൻ പാസ്വേഡ് യൂസ്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രൊട്ടക്ഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇന്ന പാസ്വേഡ് യൂസ് ചെയ്യണമെന്നോ പാസ്വേഡ് കീ ഇതാണെന്നോ അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാബില് പാസ്വേഡ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യണ പാസ്വേഡ് ഏതോ അതാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ഈ ലാബിൽ മൊത്തം യൂസ് ചെയ്യുന്നത് ഈ CCI ഇൻഫ്ര എന്ന് പറയുന്ന ഈ ഒരു പാറ്റേണിലുള്ള പാസ്വേഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പാസ്വേഡ് നമ്മളവിടെ ഫോളോ ചെയ്യുക. ഇവിടെ അതിൽ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് പ്രൊട്ടക്ട് BGP സെക്ഷൻ R5 ആൻഡ് R62 എന്നുള്ള രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ. അത് ഇവിടെ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാനിത് ഇതിനു വേണ്ടി പറഞ്ഞല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ഒരു പ്രൊട്ടക്ട് ചെയ്യുക അതല്ലെങ്കിൽ പാസ്വേഡ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്വേഡ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ അവിടെ കൊടുക്കേണ്ടത് നമ്മുടെ പാസ്വേഡ് ആണ് എന്നുള്ളതാണ്. ഈ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പാസ്വേഡ് ആണ് എന്നുള്ളത് മനസ്സിൽ വെക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് പറഞ്ഞപ്പോൾ ഒന്ന് ഓർത്തു എന്നേ ഉള്ളൂ. റൗട്ടർ 5162 മസ്റ്റ് ഓൺലി എസ്റ്റാബ്ലിഷ് സെക്ഷൻ ഹോപ്സ് 1 റൗട്ടർ 1 ഹോപ്പ് എന്നുള്ള രീതിയിൽ കോൺഫിഗർ ചെയ്യണം. എന്നിട്ട് TCP സെക്ഷൻ ടോപ്പ് BGP പേരും R51 മസ്റ്റ് ബി MD5 ഫ്ലാഗ് അവിടെ കൊടുക്കണം. അതായത് R5 R61 മാത്രമാണ് MD5 ഫ്ലാഗ് വേണം പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇതാണ് ഞാൻ പറഞ്ഞത്, MD5 ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒതന്റിക്കേഷൻ ആണ്. ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കീ, CCI ഇൻഫ്ര എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അത് R5 R61 മാത്രമായിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നിങ്ങൾക്ക് ഒന്നുകൂടി ഇത് മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും. വളരെ സിമ്പിളാണ്. അവർ പറഞ്ഞ റിക്വയർമെന്റ്സ് കോൺഫിഗർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ R5ലേക്ക് വരുന്നു. R5നെ സംബന്ധിച്ചിടത്തോളം ഇന്റർഫേസ് ഗിഗാബിറ്റ് 1 വരുന്നു. അവർ പറഞ്ഞു ഇന്റർവെല് 33 മെൻഷൻ ചെയ്യണം. അത് 3 വട്ടം പോൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ ആ ഇന്റർഫേസിൽ കോൺഫിഗർ ചെയ്യണു. എന്നിട്ട് റൗട്ടറിൽ പോണു. നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല, 1.8 പറഞ്ഞു ഇവിടെ എല്ലായിടത്തും ഒരു ഫാബ് D2 എന്ന് പറഞ്ഞ ഒരു VRF കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. R3ലും R4ലും മാത്രമായിരുന്നു ഇത് മിസ്സിംഗ് ഉള്ളത്, ബാക്കിയുള്ളടത്തൊക്കെ പ്രീ കോൺഫിഗർഡ് ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ R5നെ സംബന്ധിച്ചിടത്തോളം അഡ്രസ് ഫാമിലി IP വേർഷൻ VRF ഫാബ് D2 എന്ന് പറഞ്ഞ VRFിൻ്റെ ഉള്ളിൽ കയറി BGPയിൽ കയറിയ VRF ഫാബ് D2ൽ കയറിയിട്ട് പിന്നെ അവർ പറഞ്ഞ റിക്വയർമെന്റ്സ് ഹോപ്സ് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവർ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഹോപ്പ് 1 ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത്. കണ്ടോ, ഹോപ്പ് 1 അവേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അത് കോൺഫിഗർ ചെയ്യണം. ഹോപ്പ് 1 എന്ന് കൊടുക്കണം. ഫോളോ ഓവർ അത് 3 പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോളോ ഓവർ BFT എന്ന് പറഞ്ഞിട്ട് നമ്മൾ BFT എന്താണെന്ന് ആദ്യം മെൻഷൻ ചെയ്തു, അത് ഫോളോ ഓവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. BFT മെൻഷൻ ചെയ്തു. ഈ നൈബറിനെ വിളിച്ചിട്ടാണ് നമ്മളതൊക്കെ പറയുന്നത്. പിന്നെ MD5 ഫ്ലാഗ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ MD5 ഫ്ലാഗ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പാസ്വേഡ് എന്താണെന്നൊന്നും ഒരു പറഞ്ഞിട്ടില്ല. അപ്പോൾ പാസ്വേഡ് നമ്മൾ മെൻഷൻ ചെയ്തു. R5നെ സംബന്ധിച്ചിടത്തോളം ഇത്രയുള്ള കോൺഫിഗറേഷൻ ഇന്റർഫേസിൽ മെൻഷൻ ചെയ്യുക. റൗട്ടറിൽ ഫാബ് എന്താണ് VRFിൽ കയറിയിട്ട് ഇത് കോൺഫിഗർ ചെയ്യാം. R61നെ സംബന്ധിച്ചിടത്തോളം R61 ഇവിടെ VRF ഒന്നുമില്ല, അത് ജസ്റ്റ് പ്ലെയിൻ കോൺഫിഗറേഷൻ ആണ്. നമ്മുടെ ഇന്റർഫേസ് പറയണു FT എന്നുള്ള ഈ മറ്റേ പ്രീ കോൺഫിഗർ ആണ്. BFT ഇന്റർവൽ 333 എന്നുള്ള രീതിയിൽ BGPയിലേക്ക് വരുന്നു. BGP നൈബറിനൊക്കെ പറഞ്ഞു കൊടുക്കണം. ആ 3 എണ്ണം പാസ്വേഡ് ഇതാണെന്നുള്ളതും ഫോളോവർ ഇതാണെന്നുള്ളതും TTL സെക്യൂരിറ്റി ഇതാണെന്നുള്ളതും പറഞ്ഞു കൊടുക്കണം. R5ഉം R61 കഴിഞ്ഞു. R6ഉം R61 തമ്മിൽ സെയിം കോൺഫിഗറേഷൻ ആണ്. പക്ഷെ അവിടെ എന്ത് പറഞ്ഞിട്ടില്ല, MD5 ഫ്ലാഗ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. MD5 ഫ്ലാഗ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ സെക്യൂരിറ്റി കീ മാത്രമില്ല എന്നേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. ബാക്കിയുള്ളതൊക്കെ അവിടെ കീ കൊടുത്തിട്ടില്ല.
അത്രയേ ഉള്ളൂ. 1 പോയിന്റ്. എന്നിട്ട് അത് വെരിഫൈ ചെയ്യണം. ഷോ BGP PN4 യൂണിക്കാസ് VRF ഫാബ്രി ടു സമ്മറി എന്ന് കൊടുത്ത് VRFന്റെ ഫാബ്രി ടു സമ്മറി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഫാബ്രി ടുലായിട്ട് R5 ഒരു നൈബറേ ഉള്ളൂ, അത് പറഞ്ഞു. പിന്നെ BFT നൈബർ ഏതാന്ന് വെച്ചപ്പോൾ BFT നൈബറും 6102 BFT നമ്മൾ കോൺഫിഗർ ചെയ്തുകൊണ്ട് അത് കോൺഫിഗർ ചെയ്യണം. അതുപോലെ തന്നെ 6ലും നമ്മളത് വെരിഫൈ ചെയ്യണം. 6ന് ഫാബ്രി ടു ആയിട്ട് 2 നൈബർ ഉണ്ട്. അത് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം, 2 നൈബർഷിപ്പ് ഉണ്ട്. ഈ അതിൽ 62ന് മാത്രമേ നമ്മൾ കോൺഫിഗർ ചെയ്യണു, 70ന് നമ്മൾ ഇതാക്കണം. കാരണം നമ്മൾ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ പറയുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 5ഉം 61ഉം 6ഉം 62ൻ്റെയും കോൺഫിഗറേഷൻ മാത്രമാണ്. 70 നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ആസ് ഇറ്റ് ഈസ് അത് ഇടണം. അതോടെ അത് കഴിഞ്ഞു. 1.8 കഴിഞ്ഞു. 1.11ലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്തിരി കൂടി മനസ്സിലാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഡയഗ്രാം വെച്ചിട്ട് പറയണതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നിരുന്നാൽ പോലും ഞാൻ പറഞ്ഞുതരാം, നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. പിന്നീട് എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു DMVPN-ൻ്റെ ടിക്കറ്റാണ് 1.11 വരുന്നത്. ഈ DMVPN-ൻ്റെ ടിക്കറ്റ് അപ്പാവാതിരിക്കാൻ പല പല കാരണങ്ങളുണ്ട്. അപ്പം ഈ ഒരു കോൺഫിഗറേഷനൊക്കെ കൊടുത്തിട്ടും DMVPN-ൻ്റെ അപ്പായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാറുണ്ട്. അങ്ങനെ പല റീസണും DMVPN അപ്പാവാത്തതുകൊണ്ട് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഇത്തിരി ചലഞ്ചസ് ഉണ്ട് എന്ന് പറഞ്ഞത്. എന്നിരുന്നാൽ പോലും നമ്മൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ ഇപ്പോൾ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്, എന്താണ് അതിൻ്റെ കോൺഫിഗറേഷൻ ഉള്ളത് നോക്കിയിട്ട് പോവാം. ബാക്കിയുള്ളത് ലാബ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ വെച്ചാൽ നമുക്ക് നോക്കാം. എന്നാലും ഓൾമോസ്റ്റ് ഒരു 95% നമുക്ക് ഇതിൽ തന്നെ കവർ ചെയ്യാൻ പറ്റും. പക്ഷേ 100% പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, എൻഷുർ ദാറ്റ് DMVPN കോൺഫിഗർ ചെയ്യണം. R24 ഹബ്ബായിട്ടും R61 R64 സ്പോക്സ് ആയിട്ടും കോൺഫിഗർ ചെയ്യണം. പിന്നെ സ്പോക്സ് മിനിമം റിക്വയർമെൻറ്റ്സ് താഴെയുള്ളത് മീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കോൺഫിഗർ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത്. മേക്ക് ഷുവർ ഡു നോട്ട് യൂസ് IP അഡ്രസ് ഫോർ ലൂപ്ബാക്ക് 0. അതായത് ലൂപ്ബാക്ക് 0ൻ്റെ IP അഡ്രസ്സ് യൂസ് ചെയ്യരുത്. DMVPN എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സ്പോക്കും ഹബ്ബായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ലൂപ്ബാക്ക് 0ൻ്റെ IP കോൺഫിഗർ യൂസ് ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷുഡ് ബി അതാണ് ക്രിപ്റ്റോ ടണൽ സോഴ്സ് ഗിഗാബിറ്റ് ഇഥർനെറ്റ് 1 ആണ്. ഇതാണ് ടണൽ സോഴ്സ്. R24ൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഗിഗാബിറ്റ് ഇഥർനെറ്റ് 1 യൂസ് ചെയ്യണം, ടണൽ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബ്രാഞ്ചസ് മസ്റ്റ് കൺ ISP റിസീവ്ഡ് ഡിഫോൾട്ട് റൂട്ട് ഫ്രം BGP യൂസിങ് ഡെഡിക്കേറ്റഡ് VR. ഓക്കെ, അതായത് ഈ ഇന്റർഫേസസ് R61ഉം R70യും ഇരിക്കുന്നത് VRF-ലാണ്. ഇവിടെ ഒരു VRF ഉണ്ട്, VRF വാൻ എന്ന് പറഞ്ഞൊരു VRF ഉണ്ട്. അതായത് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ലൈനിൽ ഒരു ഗ്രീൻ കളറിൽ പോയ ലൈന്, ഈ ഇത് VRF വാനിലാണ് നിൽക്കുക. ഈ ഇന്റർഫേസസ് ഇരിക്കുന്നത് VRF വാനിലാണ്. അത് ഗ്ലോബൽ SP ഇങ്ങനെ ISP ആയിട്ട് കണക്റ്റഡ് ആണ്. അവിടുന്ന് ഒരു ഡിഫോൾട്ട് റൂട്ട് കിട്ടുന്നു. അതിലൊന്നും ചെയ്യാനില്ല. ഇത് പ്രോപ്പറായിട്ട് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റിസീവ് ചെയ്യുന്നതാണ്. ഓക്കെ, ബ്രാഞ്ചസ് മസ്റ്റ് ISP റിസീവ് ദ ഡിഫോൾട്ട് റൂട്ട് BGP വയ യൂസിങ് ഡെഡിക്കേറ്റഡ് VRF ഡെഡിക്കേറ്റഡ് VRF ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണക്ഷൻ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അക്രോസിങ് ദി ഇന്റർനെറ്റ് മസ്റ്റ് യൂസ് എൻക്രിപ്റ്റഡ് ബൈ പ്രീഷെയ്ഡ് കീ CCI ഫോർ 3DS ആൻഡ് MD5 ഹാഷിംഗ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പാസ്വേഡ് എന്നുള്ളതും പറയുന്നത്. 3DSും MD5ഉം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. R24 ഓൺലി ഡു നോട്ട് ക്രിയേറ്റ് റെസ്പെക്റ്റീവ്ലി പ്രീഷെയ്ഡ് കീ. R4ൽ അങ്ങനെ ചെയ്യേണ്ട. ഇത് 61ലും 70ലും സ്പോക്സിന് മാത്രമാണ് പറഞ്ഞത്. പിന്നെ മാത്രമല്ല ഈ താഴത്ത് പറഞ്ഞത് ബ്ലോക്ക് ചെയ്യണമെന്നാണ്. HRP മസ്റ്റ് പ്രൊപ്പഗേറ്റ് ദ ബിലോ റൗട്ട്സ് അക്രോസ് ദ ടണൽ. യൂസ് ദ ACL R5 ടു സ്റ്റോപ്പ് അതർ മീൻസ് ഓഫ് പ്രൊപ്പഗേഷൻ. ഡു നോട്ട് യൂസ് എ റൂട്ട് മാപ്പ് ടു കംപ്ലീറ്റ് ദിസ്. അതായത് ഈ കാണുന്ന റൂട്ടുകളൊക്കെ ബ്ലോക്ക് ചെയ്യണം എന്നുള്ളതാണ്. ടണൽ മാക്സിമം ട്രാൻസ്മിറ്റ് യൂട്യൂബ് മാച്ച് ഓൾ. അതായത് MTU എല്ലാത്തിൻ്റെയും സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്നാലേ ടണൽ അപ്പാവുള്ളൂ. അത് വേറെ വിഷയം. ഇത് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം R24നെ സംബന്ധിച്ച് ഈ ക്വസ്റ്റ്യനിൽ ഇതിൽ ഇത്രേ മനസ്സിലാക്കാനുള്ളൂ. ഞാൻ ഇതിലേക്ക് വരാം. അതായത് R24 ആണ് ഹബ്ബ്, R6ഉം R61ഉം R70യും സ്പോക്സ്. R24ല് ഗിഗാബിറ്റ് 1 ഉള്ളൂ. 1 ഡയറക്റ്റ് ആയിരിക്കുന്നത്. ഇവിടെ VRF ഇല്ല. എന്നാൽ സ്പോക്കുകളിൽ
എന്നാൽ സ്പോക്കുകളിൽ സ്പോക്ക് 61-ഉം 17-ൻ്റെയും സ്പോക്കിൻ്റെ ഇൻ്റർഫേസസ് VRF-ലാണ് ഇരിക്കുന്നത്. മാത്രമല്ല ലൂബാക്സ് സീറോൻ്റെ IP യൂസ് ചെയ്യരുത്. പിന്നെ സോഴ്സ് ഇൻ്റർഫേസ് ആയിട്ട് ഗിഗാബിറ്റ് 1 ആണ് യൂസ് ചെയ്യേണ്ടത്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വേണ്ടില്ല, നമുക്ക് കോൺഫിഗറേഷനിൽ പോകാം. അപ്പോൾ ആദ്യം ഇതിപ്പോൾ ഓക്കെ, ഈ ക്രിപ്റ്റോ ISA-KB പോളിസി 10 എന്നുള്ളത് പ്രിന്റ് കോൺഫിഗേർഡ് ആണ്. അതിൽ കയറിയിട്ട് അതിൽ MD5 മാത്രമാണ് മിസ്സിങ് ആണുള്ളൂ. അതായത് അതിൽ 3DS എന്നുള്ള 3DS അതിൽ ഓൾറെഡി കോൺഫിഗർ ആണ്, എൻക്രിപ്ഷൻ കോൺഫിഗർ ആണ്. അപ്പോൾ ഇത് MD5 മിസ്സിങ് ആയതുകൊണ്ടാണ് #MD5 എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ ക്രിപ്റ്റോ ISA-KB കീ സിസ്കോ അഡ്രസ് 000 ഇത് റിമൂവ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് യൂസ് ചെയ്യാൻ പറഞ്ഞ പാസ്വേഡ് CCI ഇൻഫ്ര എന്നുള്ളതാണ്. ഇവിടെ സിസ്കോ എന്നുള്ള പാസ്വേഡാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യണം. ഇതാണ് ആ ക്രിപ്റ്റോനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഇൻ്റർഫേസസിൽ വരുമ്പോൾ ഇൻ്റർഫേസസിൽ ടണൽ സോഴ്സ് ഗിഗാബിറ്റ് ഇഥർനെറ്റ് 1 ആക്കി യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ടണൽ സോഴ്സ് ഗിഗാബിറ്റ് 1 യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു കമൻറ്റ് യൂസ് ചെയ്യണം, ടണൽ പ്രൊട്ടക്ഷൻ IPsec പ്രൊഫൈല് എന്നുള്ള രീതിയിൽ. ഇതാണ് അതിൻ്റെ ടണൽ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു കമൻറ്റ്. അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുള്ളതാണ്. ഈ ടണൽ ഇൻ്റർഫേസ് 0-ൽ ഇത് മാത്രമല്ല കമൻറ്റ്, ഇത് മിസ്സിംഗ് ആയ കമൻറ്റാണ്. ഈ ഫസ്റ്റത്തെ അവർ പറഞ്ഞ കമൻറ്റ് നമ്മളടുത്ത് ചെയ്യാൻ പറഞ്ഞതും രണ്ടാമത് ആ കമൻറ്റ് അവിടെ മിസ്സിംഗ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഇത് മാത്രമല്ല ആ കമൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. ചിലപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. ഞാനത് ഇതാക്കി. ഇനി R61-നെ സംബന്ധിച്ചിടത്തോളം നോ ക്രിപ്റ്റോ ISA-KB എന്നുള്ളത് നമ്മൾ അത് റിമൂവ് ചെയ്ത് കളയണം. കാരണം പാസ്വേഡ് അവിടെ സിസ്കോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. R61-ൽ VRF ഉണ്ട്. അപ്പോൾ VRF-ലാണ് നമ്മൾ ആ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് VRF ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ക്രിപ്റ്റോ അപ്ലൈ ചെയ്യുമ്പോൾ ക്രിപ്റ്റോ കീറിങ് KR VRF മെൻഷൻ ചെയ്തിട്ട് പ്രീഷിയേറ്റ് കീ അഡ്രസ്സ് മെൻഷൻ ചെയ്തിട്ട് കീ CCI ഇൻഫ്ര 4 ഇങ്ങനെ കൊടുക്കണം. അതല്ലാണ്ട് ഇവിടെ ക്രിപ്റ്റോ ISA-KB സിസ്കോ എന്നുള്ള രീതിയിൽ കൊടുക്കരുത്. ഇവിടെ VRF കൂടി മെൻഷൻ ചെയ്തിട്ട് ആ VRF-ൻ്റെ ഉള്ളിലുള്ള പാസ്വേഡ് ഇതാണ് എന്നുള്ള രീതിയിൽ അത് പാസ്വേഡ് മെൻഷൻ ചെയ്യണം. സെയിം സെറ്റ് R24-ൻ്റെ ഈ സ്റ്റെപ്പാണ് നമ്മൾ ഇത്തിരി ഇലാബറേറ്റ് ചെയ്തിട്ട് VRF ഉള്ളതുകൊണ്ട് ഇവിടെ ചെയ്തത്. വേറെ ഒന്നുമില്ല. R61-ൽ ഞാൻ പറഞ്ഞു, R61-ൽ G0/4 VRF-ലാണ് ഇരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ 0/4 ഒക്കെ VRF ഫോർവേഡിങ് വാൻ എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഈ VRF ഫോർവേഡിങ് വാൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ IP മിസ്സാവും. അതിനു മുന്നേ R61-ൽ കയറി ഇൻ്റർഫേസ് G0/4-ൽ കയറിയിട്ട് അതിൻ്റെ IP സബ്നെറ്റ് മാസ്കും എടുത്ത് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഏത് IP ആണ്, ISPയുടെ ഏത് IP ആണ് വെച്ചാൽ അത് കൊടുക്കുക. അതല്ല VRF ഫോർവേഡിങ് വാൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ IP പോവും. പിന്നെ IP രണ്ടാമത് നമ്മൾ അടയ്ക്കണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇത് കാണാതെ പഠിക്കുക, അതല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏതാണ് താല്പര്യം അതുപോലെ ചെയ്യാം. എന്നിട്ട് അത് ഈ ഇൻ്റർഫേസിനെ VRF-ലേക്ക് ആഡ് ചെയ്യണു. VRF-ൻ്റെ IP മിസ്സായത് IP മെൻഷൻ ചെയ്യണം. എന്നിട്ട് അതിൽ കൊടുത്തുകൊണ്ട് R61-ൽ റൗട്ടർ BGP-യിൽ കയറിയിട്ട് അഡ്രസ് ഫാമിലി VPN V4-ൽ, കാരണം അത് ഇൻ്റർഫേസ് VRF-ലേക്ക് നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് അഡ്രസ് ഫാമിലി IP വെർഷൻ VRF വാനിൽ കയറിയിട്ട് നൈബർഷിപ്പ് പറഞ്ഞു. ഈ നൈബർഷിപ്പ് ISP ആയിട്ടുള്ള നൈബർഷിപ്പാണ്. അതായത് ISP-ൻ്റെ AS നമ്പർ കണ്ടില്ലേ, BGP AS നമ്പർ 19999 എന്നുള്ള രീതിയിലുള്ള AS നമ്പറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ നൈബർഷിപ്പും അവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇൻ്റർഫേസ് 2 ആണ്, 0.2 എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അപ്പുറത്ത് 1 ആയിരിക്കും, 200.99.61.1 എന്നുള്ള രീതിയിൽ. കാരണം ഇവിടെ IP ഇതിലുണ്ടാവും. അപ്പോൾ ഈ IP ഒക്കെ ഇവിടെ മാത്രമേ കാണുള്ളൂ, എക്സാമിന് പോയാൽ കാണില്ല. അതാണ് പറഞ്ഞത്. ഫോർവേഡിങ് കൊടുക്കുന്നതിന് മുന്നേ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ക്രോസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞു. എന്നിട്ട് അതിൻ്റെ നൈബർഷിപ്പ് പോയി. ഇപ്പം നമ്മൾ എന്താ ചെയ്തു വെച്ചാൽ ആദ്യം കീ ക്ലിയർ ചെയ്തു. പിന്നെ ഇൻ്റർഫേസ് വാനിലേക്ക് മെൻഷൻ ചെയ്തു. എന്നിട്ട് ആ VRF-ലേക്ക് ഇട്ട ഇൻ്റർഫേസുമായിട്ടുള്ള നൈബർഷിപ്പ് അപ്പ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ടണലിൽ എന്തൊക്കെയാണ് മിസ്സിങ് എന്നുള്ളതാണ്.
ടണലിൽ മിസ്സിങ്ങും മിസ്കോൺഫിഗറേഷനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ടണൽ VRF വാൻ എന്നുള്ള കമാൻഡ് മിസ്സിംഗ് ആണ്, അതുകൊണ്ട് നമ്മൾ മെൻഷൻ ചെയ്തു. IP MTU എല്ലാത്തിനും ഒരേ MTU, അതായത് ട്രാൻസ്ഫറിങ് യൂണിറ്റിൻ്റെ സ്പീഡ് സെയിം ആയിരിക്കണം പറഞ്ഞു, അതിവിടെ മിസ്സിംഗ് ആണ്, അത് അവിടെ മെൻഷൻ ചെയ്തു. പിന്നെ ടണൽ സോഴ്സ് G0/4 ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മാപ്പ് മിസ്മാപ്പ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കണേ. മിസ്മാപ്പ് ചെയ്തിട്ട് കൊടുത്തിരിക്കണല്ല, ഇതെന്താ ഇത് കറക്റ്റ്, ഇതിലും DMVPN അപ്പാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും DMVPN അപ്പാവും. അതായത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലൂബാക്കിന്റെ IP ആയിട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലൂബാക്കിന്റെ IP മാറ്റിയിട്ട് നമ്മൾ IP NHRP മൾട്ടികാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഗിഗാബിറ്റ് G0/4ന്റെ IP ആണ് അവിടെ കൊടുക്കുന്നത്. ഏത് 4ന്റെ IP? R4 ഹബിന്റെ IP 200.924.24.2 ആണ്, 24.2 എന്നാണ് ഈ IP. അപ്പം നമ്മൾ അവിടെ അതായത് ഹബിന്റെ ലൂബാഗ് ID കൊടുക്കുന്നതിന് പകരം ഹബിന്റെ ഗിഗാബിറ്റ് ഇന്റർഫേസിന്റെ ഇത് ID കൊടുക്കണം, അതവിടെ കൊടുത്തു. പിന്നെ ഈ മാപ്പ് ക്ലിയർ അല്ല, കാരണം ഇത് വീണ്ടും ലൂബാക്ക് വെച്ചിട്ടുള്ള മാപ്പാണ് ഇവിടെ കിടക്കുന്നത്. ലൂബാക്ക് മാറ്റി, എന്നിട്ട് നമ്മൾ 24ന്റെ ടണലിൻ്റെ ഇന്റർഫേസിന്റെ IP കൊടുത്തു. എന്നിട്ട് നമ്മൾ 24ന്റെ ഫിസിക്കൽ ഇന്റർഫേസിന്റെ IP കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ മിസ്കോൺഫിഗറേഷൻ ഉണ്ടായിരുന്നു, അത് കറക്റ്റ് ചെയ്തു. ഇതാണ് കറക്റ്റ് കോൺഫിഗറേഷൻ. പിന്നെ മാത്രമല്ല R61ലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്, R61ലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ R61 ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, R61 ഒരു ഇവിടെ ഓൾറെഡി EHRP ഉണ്ട്. നമ്മൾ EHRP കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു അവിടെ ഒരു പ്രീ കോൺഫിഗറേഷൻ ഉണ്ട്, ഓൾ ഇന്റർഫേസ് പാസീവ് ആക്കിയിട്ട്. അപ്പോൾ അവിടെ ഇതിൽ തന്നെയാണ് ടണൽ ഇന്റർഫേസും കിടക്കുന്നത്. അപ്പോൾ ടണൽ ഇന്റർഫേസ് പാസീവ് ആക്കരുത് എന്നുള്ളത് നമ്മളിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നു. റൗട്ടർ EHRP AF ഇന്റർഫേസ് ടണൽ 0 നോ പാസീവ് ഇന്റർഫേസ് എന്നുള്ളത്. R61 അങ്ങനെ പാസീവ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മളൊരു കൺസേൺ ചെയ്തിട്ട് നമ്മൾ ചെയ്യണം. വേറെ ഒന്നുമില്ല, ഇതും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ R61ന്റെ കോൺഫിഗറേഷൻ കഴിഞ്ഞു. R70ലും സെയിം ആണ്, R70നും സെയിം ആണ്. R70നും VRF ഉണ്ട്, അപ്പോൾ സെയിം ആണ്. കീറിങ് VRF നോ പ്രീഷേഡ് കീ മറ്റേ സിസ്കോൻ്റെ കളഞ്ഞു, എന്നിട്ട് പ്രീഷേഡ് കീ അഡ്രസ് 000 ഈ സാധനം കൊടുത്തു. ഓക്കെ, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത് തിരുവനന്തപുരം ശ്രദ്ധിച്ച് ചെയ്യണം. ഇവിടെ നിന്ന് ക്രിപ്റ്റോ ISA KMB കീ സിസ്കോ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മളത് നോ എന്ന് പറഞ്ഞിട്ട് അത് മൊത്തം എടുത്ത് കളഞ്ഞത്. ഇവിടെ R70നെ സംബന്ധിച്ചിടത്തോളം ക്രിപ്റ്റോ KRൽ VRF വാനിൽ മെൻഷൻ ചെയ്ത പാസ്വേഡ് റോങ് ആണ്. അതായത് കണ്ടോ, ഇവർ ക്രിപ്റ്റോ VRF വാനിൽ കയറിയിട്ടുള്ള പാസ്വേഡോട് സിസ്കോ കൊടുത്തിരുന്നു. അപ്പോൾ നമ്മളത് നോ കൊടുത്തു, എന്നിട്ട് അവിടെ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്തു. പിന്നെ ഇന്റർഫേസ് വാനിലേക്ക് കോൾ ചെയ്തു, IP മെൻഷൻ ചെയ്തു. ഞാൻ പറഞ്ഞു വാന് കൊടുക്കുമ്പോൾ ഒരു മിനിറ്റ്
ഓക്കെ. അപ്പോൾ R70 സംബന്ധിച്ചിടത്തോളം അപ്രീഷിയേറ്റ് കീ കൊടുത്തു. പിന്നെ G0/1 നമ്മൾ VRF-ലേക്ക് ആഡ് ചെയ്തു. അതിൽ IP പറഞ്ഞെടുത്തു. ടണൽ ഇൻ്റർഫേസിൽ മിസ്സിംഗ് ആയിട്ടുള്ള കമാൻഡ്സ് ആഡ് ചെയ്തു. ടണൽ സോഴ്സ് G0/1 എന്ന് പറഞ്ഞു കൊടുത്തു. IP NHRP എന്നുള്ള കമാൻഡാണ് ഇവിടെ മിസ്സിങ്. അപ്പോൾ അതവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ടണൽ സോഴ്സ് ടണൽ IP NHRP മാപ്പ് എന്ന് പറഞ്ഞത് അത് റോങ് ആയിട്ടുള്ള മാപ്പാണ്. കാരണം IP വെച്ചിട്ടാണ് മാപ്പ് ചെയ്തേക്കുന്നത്. അല്ല, ലൂപ്പാക്ക് R24 ലൂപ്പാക്ക് വെച്ചിട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. ലൂപ്പാർ യൂസ് ചെയ്യരുത്. ഗിഗാബിറ്റ് 1 IP കൊടുക്കണം. IP കൊടുത്തു. പിന്നെ മാപ്പ് ക്ലിയർ അല്ല, NHRP മാപ്പ് റോങ് ആണ്, അതും കൊടുത്തു. പിന്നെ നമ്മൾ ഇവിടെ VRF-ലേക്ക് ഇത് ഇട്ടുകൊണ്ട് ഈ ഇൻ്റർഫേസിനെ VRF-ലേക്ക് R70 VRF ഗിഗാബിറ്റ് 0/1 VRF-ലേക്ക് ഇട്ടുകൊണ്ട് അതിൻ്റെ EIGRP-യിൽ അല്ല അതിൻ്റെ PGP-യിൽ പോയിട്ട് അതിനെ മെമ്പർഷിപ്പ് അപ്പ് ആക്കണു. പിന്നെ നമ്മൾ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് റൗട്ടർ EIGRP CCI എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലും EIGRP ഇവിടെയും EIGRP 65006 എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതായത് ഇതിൽ EIGRP 65006 ആണ്, 7 അല്ല. EIGRP ഉള്ളത് ടണലിൻ്റെ ഇടയിലുള്ള EIGRP. ഇതിൻ്റെ ഉള്ളിലൊരു ടണൽ BDM VPN വഴി ഒരു ടണൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ടണലിൻ്റെ ഉള്ളിലത്തെ EIGRP 65006 ആണ്. അപ്പോൾ അത് റൗട്ടർ EIGRP CCI എന്ന് പറഞ്ഞ അഡ്രസ് 6ൽ കയറിയിട്ട് ടർമിനൽ 0 നോ പാസീവ് ഇൻ്റർഫേസ് എന്നുള്ള കൊടുക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എന്ത് അപ്പം ഹബിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഇതുവരെ ചെയ്ത് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. R424 കയറുന്നു. R24 കയറിയിട്ട് R24 കയറില് ക്രിപ്റ്റോൻ്റെ എറർ നമ്മൾ സെറ്റ് ചെയ്യണു. ക്രിപ്റ്റോൻ്റെ മിസ്സിംഗ് ആയിട്ടുള്ള #MD5 എന്നുള്ള ആഡ് ചെയ്യണു. ക്രിപ്റ്റോൻ്റെ കീ ശരിയാക്കുന്നു. അത്രയേ ഉള്ളൂ. R24 ക്രിപ്റ്റോയും ഇതിൻ്റെ ശരിയാക്കുന്നു. പിന്നെ ഇൻ്റർഫേസ് ടണൽ 0 ഇൻ്റർഫേസിൽ കയറിയിട്ട് മിസ്സിംഗ് ആയിട്ടുള്ള കമൻറ്റ്സ് ആഡ് ചെയ്യുന്നു. മിസ്സിംഗ് ആയിട്ടുള്ള കമൻറ്റ് ടണൽ 0 ആകെ മിസ്സിംഗ് ആയിട്ടുള്ള കമൻറ്റ് ടണൽ പ്രൊട്ടക്ഷൻ IPsec പ്രൊഫൈൽ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ടണലിൽ ഇത് നമ്മളോട് പറഞ്ഞാണ് ട്രാൻസ്ഫേഴ്സ് ഗിഗാബിറ്റ് 1 ചെയ്യണം എന്നുള്ളത് നമ്മളടുത്ത് പറഞ്ഞ റിക്വയർമെൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അത് ആഡ് ചെയ്യണം. പിന്നെ R6170 സംബന്ധിച്ചിടത്തോളം ഈ രണ്ടെണ്ണത്തിനെയും VRF-ലേക്ക് ആഡ് ചെയ്യണു. ആ VRF ആയിട്ടുള്ള അവരുടെ BGP നൈബർഷിപ്പ് അപ്പാക്കണം. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ക്രിപ്റ്റോ ക്രിയേറ്റ് ചെയ്യുന്നു. VRF ഉള്ളതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ കിയറിംഗ് VRF നമ്മൾ ക്രിപ്റ്റോ കിയറിംഗ് KR VRF വാൻ എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ട് പ്രീഷെഡ് കീയും നമ്മൾ കൊടുക്കുന്നു. അത് ഇവിടെയും സെയിം ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യണത് ഇൻ്റർഫേസിൽ കയറിയിട്ടുള്ള മാപ്പിംഗ് മിസ്സിങ് കാര്യങ്ങൾ നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് എന്തൊക്കെയാണ് മിസ്സായിട്ടുള്ളത്, എന്തൊക്കെയാണ് മിസ്മാച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊടുക്കുന്നു. എന്നിട്ട് റൗട്ടർ EIGRP-യിൽ കയറിയിട്ട് ടണലിനെ പാസീവ് ആക്കി നോ പാസീവ് എന്നുള്ള കമാൻഡും കൊടുക്കണം. ഇത്രേ ചെയ്യണുള്ളൂ. ഇതിലാകെ ഇത്തിരി കൺഫ്യൂഷൻ വരുന്നത് ടണൽ ഇൻ്റർഫേസിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന കമാൻഡ്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ബാക്കിയുള്ളതൊക്കെ വളരെ സിമ്പിളാണ്. അതായത് VRF-നെ ഈ ഇൻ്റർഫേസിനെ VRF-ൽ ഇടുന്നു. ഈ ISP ആയിട്ടുള്ള നൈബർഷിപ്പ് അപ്പാക്കുന്നു. കീറിങ് VRF-ൻ്റെ ഉള്ളിൽ മെൻഷൻ ചെയ്യുന്നു. റൗട്ടർ EIGRP-യിൽ കയറിയിട്ട് ടണൽ 0 നോ പാസീവ് എന്നുള്ളത് കൂടി പറഞ്ഞു കൊടുക്കണം. ഇതിലാകെ പ്രശ്നം വരുന്നത് ടണൽ ഇൻ്റർഫേസ് 0ൻ്റെ ഉള്ളിൽ മിസ്മാച്ചും വരുന്നതെന്നുള്ളത് പിന്നെ മിസ്സിങ് കമാൻഡ്സ് മാത്രമുള്ളതാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് മിസ്മാച്ച് ആവണത് എന്നുള്ളത് കാണാതായിട്ട് ഒന്നല്ലെങ്കിൽ ഇത് മാത്രം പഠിച്ചു പോവാം. ഇനി അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാത്രം പഠിച്ചു പോവാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ടണൽ 0ൻ്റെ കംപ്ലീറ്റ് കോൺഫിഗറേഷൻ പഠിച്ചിട്ട് പോവാം. അത് ഞാൻ പറഞ്ഞുതരാം, ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ഇൻ്റർഫേസ്. അതായത് R24 സംബന്ധിച്ചിടത്തോളം ഇതാണ് R24 സംബന്ധിച്ചിടത്തോളം ഇവിടേക്ക് നോക്കുക. അതായത് R24 ഇൻ്റർഫേസ് ടണൽ 0ൽ ഇത്രയും പ്രീ കോൺഫിഗർഡ് ആണ്.
അതിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്തത് ടണൽ സോഴ്സ് ഗിഗാബിറ്റ് ഇഥർനെറ്റ് 1 മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ടണൽ പ്രൊട്ടക്ഷൻ IPsec പ്രൊഫൈലും. ഇത് മിസ്സിംഗ് ആയിരുന്നു. ഈ സാധനം ക്വസ്റ്റ്യനിൽ പറഞ്ഞ റിക്വയർമെന്റ്സ് ആണ്. ടണൽ സോഴ്സ് ആയിട്ട് ഗിഗാബിറ്റ് ഇഥർനെറ്റ് 1 യൂസ് ചെയ്യണം R24. ആ ടണൽ ഇത്രയും കോൺഫിഗറേഷൻ ഉണ്ട്, പക്ഷെ ഈ 2 മിസ്സിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ചെയ്തു. മനസ്സിലായല്ലോ? R61 17 സംബന്ധിച്ചിടത്തോളം ടണലിന്റെ കാര്യങ്ങൾ മാത്രമായിട്ട് നോക്കണേ. ടണലിന്റെ ഇന്റർഫേസ് മാത്രം നോക്കണേ. ടണൽ ഇന്റർഫേസ് നോക്കിയിട്ട് ടണൽ ഇന്റർഫേസിൽ ഇത്രയും കമാൻഡ്സ് ഉണ്ട്. IP കൊടുത്തിട്ടുണ്ട്. ടണലിന്റെ IP പറഞ്ഞ 10.200.0.61. ടണലിന്റെ IP 10.200 ആണ്. 24-ന് 1-ഉം 61-ന് 61-ഉം 70-ന് 70-ഉം. 24-ന് 24 അല്ല, 24-ന് 1 ആണ്. ഓക്കെ, അതാണ് ടണലിന്റെ IP. ടണലിന്റെ നെറ്റ്വർക്ക് റേഞ്ച് 10.200 ആണ്. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്, കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ഇതവിടെ പ്രീ കോൺഫിഗർ. R61-നെ സംബന്ധിച്ചിടത്തോളം ഈ ബാക്കിയുള്ളതൊക്കെ അവിടെ പ്രസന്റ് ആണ്. അവിടെ പ്രശ്നം IP NHRP മാപ്പ്, NHRP മാപ്പ്, ഇത് രണ്ടും മിസ്കോൺഫിഗേർഡ് ആയിരുന്നു. അത് R61-ലും R70-ലും മിസ്കോൺഫിഗേർഡ് ആയിരുന്നു. അത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് സൊല്യൂഷനിൽ. നമ്മൾ അതായത് ഇവിടെ ഇത് R61-ന്റെ കോൺഫിഗറേഷൻ ആണ്. അതിലെ ടണലിൽ നോക്കുമ്പോൾ ടണൽ VRF ഇവിടെ മിസ്സിംഗ് ആയിരുന്നു. അത് നമ്മളിവിടെ ആഡ് ചെയ്തു. ടണൽ IP MPF ഇത് മിസ്സിംഗ് ആയിരുന്നു. അത് നമ്മൾ ആഡ് ചെയ്തു. പിന്നെ ടണൽ സോഴ്സ് G0/4. പിന്നെ ഈ മാപ്പിംഗ് റോങ് ആയിരുന്നു. കറക്റ്റ് മാപ്പിംഗ് കൊടുത്തു. അതായത് 1 2 3 4 5 കമൻസ് നമ്മൾ ടണൽ 0 ചെയ്യുന്നുണ്ട്. 5 കമൻസ് മാത്രമല്ല, അതിനും കൂടുതലുണ്ട്. പക്ഷെ അതവിടെ മിസ്സിംഗ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കോൺഫിഗർ ചെയ്യാറുണ്ട്. R24-ൽ കണ്ടില്ലേ, ടണൽ പ്രൊട്ടക്ഷൻ IPsec പ്രൊഫൈൽ പ്രൊഫ് എന്നുള്ള രീതിയിൽ R24-ൽ മിസ്സിംഗ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് R61-ലും അതുണ്ട്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. മിസ്സിംഗ് ആയത് മാത്രമേ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. അതിനർത്ഥം അത് അവിടെ ഇല്ല എന്നുള്ളതല്ല. അപ്പോൾ അതവിടെ കൊടുത്തു. ഞാൻ ഇത്രയും താഴത്തു നിന്ന് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും സെയിം തന്നെയാണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം R70-നെ സംബന്ധിച്ചിടത്തോളം അവിടെ മിസ്സിങ് വന്നത് NHRP റീഡയറക്റ്റ് ആയിരുന്നു. IP NHRP റീഡയറക്റ്റ് എന്നുള്ള ഇവിടെ മിസ്സിംഗ് ആയിരുന്നു. പക്ഷെ R61-ൽ അത് നമ്മൾ കൊടുത്തിട്ടില്ല, കാരണം അത് പ്രീ കോൺഫിഗർഡ് അവിടെ പ്രസന്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, എന്നിട്ട് മാപ്പിംഗ് രണ്ടിലും റോങ് ആയിരുന്നു. മാപ്പിംഗ് കൊടുക്കണം. NHRP സോഴ്സ് പിന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ സോഴ്സ് കൊടുത്തിട്ടുണ്ട്. NHRP മാത്രമാണ് അവിടെ മിസ്സിംഗ് ഉണ്ടായിരുന്നത്. നമ്മൾ ഇവിടെ കൊടുത്തത് ടണൽ VRF വാൻ എന്നുള്ളതാണ്. അതിപ്പോ കണ്ടില്ലേ, ടണൽ VRF വാൻ എന്നുള്ളതായിരുന്നു ഇവിടെ മിസ്സിംഗ് ഉണ്ടായിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്നത് NHRP റീഡയറക്റ്റ് ആണ് മിസ്സിംഗ് എന്നുള്ളതാണ്. അപ്പോൾ അത് കൊടുക്കണം. ഇതാണ് ആ ടണലിന്റെ മാത്രം, ടണൽ ഇന്റർഫേസിന്റെ മാത്രം കോൺഫിഗറേഷൻ. അതല്ലെങ്കിൽ ഇതൊക്കെ പാടിരുന്ന് പഠിക്കുക, അതല്ലെങ്കിൽ മിസ്സിംഗ് മാത്രം പഠിച്ചു പോയാലും മതി, ഒരു കുഴപ്പമില്ല. അത് നിങ്ങളുടെ കൺവീനിയന്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. അതായത് ഓരോ ചില സൊല്യൂഷൻസ് നോക്കുമ്പോൾ ചിലയിടത്ത് R1-ൽ റീഡയറക്റ്റും NHRP അത് ഇതൊക്കെ കുറെ കൊടുത്തിട്ടുണ്ടാവും, ചിലയിടത്ത് കൊടുത്തിട്ടുണ്ടാവില്ല. അതിനർത്ഥം അവിടെ ചിലർ ഇത്തിരി കൂടി സെക്യൂർ ആയിട്ട് അതും കൂടി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മിസ്സിംഗ് ആയ ലിങ്കുകൾ മാത്രമാണ് നമ്മുടെ സൊല്യൂഷനിൽ ആവശ്യമുള്ളത്, മാത്രം എസെൻഷ്യൽ ആയിട്ടുള്ള മാത്രമാണ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അത് ചെയ്താൽ മതി. മറ്റു ഇത്തിരി കൂടി അവർ ഇത്തിരി കൂടി സേഫ് ആക്കി ഇത്തിരി കൂടി ചെയ്തിട്ട് ചെയ്യണതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വെച്ചാൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ലാബിലെ ടൈമാണ് പ്രശ്നം. ഇതൊക്കെ നമുക്ക് അറിയിച്ചാലും ചെയ്തെടുക്കാൻ ഇത്രയും കമന്റ്സ് ഒക്കെ അടിക്കാനുള്ള സമയം ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ടൈം അത്രയും പാക്ഡ് ആയിരിക്കും. മാത്രമല്ല ഇനി പിന്നെ ഇതിനിടയിൽ വേറെ എന്തെങ്കിലും എറർ വരുമോ കാര്യങ്ങളോ. അപ്പോൾ ഉള്ള കമന്റ്സ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പഠിക്കുക, സ്പീഡപ്പ് ചെയ്യുക.
എല്ലാ കമൻസും നമുക്ക് പഠിച്ചിട്ട് പോലെ എത്രത്തോളം പ്രാക്ടിക്കൽ പറ്റണവരുണ്ടാവും, ചിലർക്ക് ടൈപ്പിംഗ് സ്പീഡുകൾ ഉണ്ടാവും. അവർക്കൊക്കെ അവരെ എങ്ങനെയാണോ അവരുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് ചെയ്യാം. മിനിമം ഈ CLC-യിലുള്ളതെങ്കിലും പ്രോപ്പറായിട്ട് പഠിച്ച് ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും അറിയാത്തതുകൊണ്ടല്ല മിക്കവരും എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്, അല്ല പാസ്സാവാൻ പറ്റാത്തത്. കഴിയുന്നതും അവർക്ക് ടൈം ഔട്ടായിട്ട് നമുക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പരിപാടി സമയം സമയം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് CLC ആവശ്യമുള്ളത് മാത്രം അതിൽ വെച്ചിട്ടുള്ളത്. പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇത്രയാണ് ആ ടിക്കറ്റിൻ്റെത്. ആ ടിക്കറ്റിൽ നമ്മൾ പറയാൻ മിസ് ചെയ്ത ഒറ്റ കാര്യമുള്ളൂ, R5-ലുള്ള ഈ കോൺഫിഗറേഷൻ. R5-ലുള്ള ഈ കോൺഫിഗറേഷൻ അവർ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് ആണ്. അതായത് R5-ൽ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 റൗട്ട്സ് പ്രിഫിക്സ് വന്നിട്ടുണ്ടായിരുന്നു, റൗട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് ബ്ലോക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആക്സസ് ലിസ്റ്റ്, ഒരു സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കണു. എന്നിട്ട് ആ 3 മെൻഷൻ ചെയ്യണം, അതിനൊക്കെ ഡിനേ ചെയ്യണു. 4ാമത് ബാക്കിയുള്ളതൊക്കെ പെർമിറ്റ് ചെയ്യണം എന്നുള്ളത് പെർമിറ്റും കൊടുക്കണം. എന്നിട്ട് നമ്മളത് അവിടെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ R5-ൻ്റെ 62-ൻ്റെ ഇൻ്റർഫേസിൽ, അതായത് R5-ൻ്റെ ഈ 62-ലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ നെറ്റ്വർക്കിനൊന്നും ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ ഇവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യുന്നു. R61 ഇതാണല്ലോ ഹബ്ബ്, അല്ല ഇതല്ല സ്പോക്ക്. അപ്പോൾ ഇതിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ അത് അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യുന്നു. അതായത് നൈബർ ഡിസ്ട്രിബ്യൂട്ടർ ലിസ്റ്റ് ബ്ലോക്ക് ഔട്ടായി ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രിബ്യൂട്ടർ ലിസ്റ്റിൽ ഇതും കൂടി നോക്കിയിട്ട് പോകണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ഇതിനുള്ളിൽ ഇത് ബ്ലോക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ 10.11-നെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. മെയിനായിട്ട് ടണൽ ഇൻ്റർഫേസിന് മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ക്രിപ്റ്റോ നോക്കുക. ക്രിപ്റ്റോൻ്റെ മിസ്സിംഗ് ആയിട്ടുള്ളത്, ക്രിപ്റ്റോയിൽ ആകെ 2 കമൻ്റ് ഉള്ളൂ, 3DS-ഉം MD5-ഉം. അതിൽ 3DS ഉണ്ടെന്നുണ്ടെങ്കിൽ 3DS ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ MDS അല്ല #MD5 ഉള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ R61-നെ സംബന്ധിച്ചിടത്തോളം അവിടെ 2-ലും VRF ഉണ്ട്. അപ്പോൾ VRF-ൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ടണൽ സോഴ്സ് ടണൽ VRF വാന് എന്നുള്ളത് മെൻഷൻ ചെയ്യേണ്ടി വരും. VRF ഉള്ളതുകൊണ്ടുള്ള ഒരു കരുതൽ ബാക്കിയുള്ള കോൺഫിഗറേഷനിലും വേണം. പിന്നെ R17-ലും R16-ലും നമ്മൾ ടണൽ സോഴ്സ് അല്ല EHRP-ൽ കയറിയിട്ട് ടണൽ പാസീവ് അല്ല എന്ന് കൂടി പറഞ്ഞു കൊടുക്കണം. R64 ഇതിൻ്റെ വേറൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ R64-ഉം R24-ഉം R61-ഉം R17-യും തമ്മിൽ EHRP 65006 എന്ന് പറഞ്ഞൊരു നൈബർഷിപ്പും കൂടി DMVPN വഴി ഫോം ചെയ്യുന്നുണ്ട്. ആ DMVPN അപ്പായാൽ മാത്രമാണ് ആ നൈബർഷിപ്പ് കൂടി അപ്പാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെയും EHRP 650 ഇവിടെയും ഞാൻ പറയാൻ കാരണം ഇവിടെ EHRP CCIE അഡ്രസ് ഫാമിലി IP വേർഷൻ 4 യൂണികാസ്റ്റ് അഡ്രസ് 65006 എന്ന് പറഞ്ഞിട്ടുള്ള EHRP ഇതിലും കൂടി കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. പ്രീ കോൺഫിഗർഡ് ആണ്. ഇവിടെ ഉണ്ട്. ഇവരുടെയൊക്കെ ഓട്ടോണമസ് സിസ്റ്റം നമ്പർ 65006 ആണ് EHRP-യുടെ പോയിന്റ് ഓഫ് വ്യൂ കേട്ടോ. EHRP-യുടെ ഇവിടെ ഒരു EHRP ഉണ്ട്, ഇവിടെ EHRP ഉണ്ട്, ഇതിൽ EHRP ഉണ്ട്. അവരൊക്കെ യൂസ് ചെയ്യുന്നത് 65006 എന്നുള്ള EHRP CCIE എന്നുള്ള നെയിംഡ് മോഡിൽ ഓട്ടോണമസ് സിസ്റ്റം നമ്പർ 65006 എന്നുള്ളതാണ്. എന്നിട്ട് അതിലാണ് അവർ EHRP അപ്പാവുന്നത്. DMVPN അപ്പായാൽ മാത്രമേ EHRP അപ്പാവുള്ളൂ. ഈ DMVPN-ൻ്റെ ഉള്ളിലുള്ള EHRP അപ്പാവുള്ളൂ. ഇനി DMVPN ഡൗൺ ആവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് ടണലിൻ്റെ ഉള്ളിൽ പ്രോപ്പറായിട്ടുള്ള കോൺഫിഗറേഷൻ്റെ അത് ഒന്നല്ലെങ്കിൽ മിസ്മാച്ചസ് വന്നുകൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ID മിസ്സിങ് ആയതുകൊണ്ട്, എന്തെങ്കിലും ഒരു കമാൻഡ്സ് മിസ്സിങ് ആയതുകൊണ്ടായിരിക്കും. അത് അങ്ങനെയുള്ള കാരണം കൊണ്ടായിരിക്കണം ഒന്നുകിൽ DMVPN അപ്പാവാതിരിക്കുക. രണ്ടാമത്തെ DMVPN അപ്പാവേണ്ടതിരിക്കുന്നത് ഈ ഇൻ്റർഫേസ് R61-ഉം R17-ൻ്റെയും ISP ആയിട്ടുള്ള നൈബർഷിപ്പ് അപ്പായിട്ടുണ്ടാവില്ല. അതുമാത്രമല്ല R24-ൻ്റെയും ISP ആയിട്ടുള്ള നൈബർഷിപ്പ് അപ്പായിട്ടുണ്ടാവില്ല. അപ്പോൾ അതാണ് ആദ്യം ഇവർ തമ്മിലുള്ള നൈബർഷിപ്പ് അപ്പായിട്ടുണ്ടോ നോക്കുക. രണ്ടാമത് ഈ നൈബർഷിപ്പ് R61 R70 ഉള്ള നൈബർഷിപ്പ് VRF വഴിയാണോ എന്നുള്ളതുകൂടി നോക്കുക. അതായത് ഷോ IP BGP ഓൾ സമ്മറി അടിക്കുമ്പോൾ തന്നെ VRF ആണെന്നുണ്ടെങ്കിൽ VRF അവിടെ മെൻഷൻ ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും നൈബർഷിപ്പ് ആദ്യം ഉണ്ടോ നോക്കുക.
എന്നിട്ട് ഇത്തിരിയോടും ഇറങ്ങിയിട്ട് ഇത് VRF-ലാണോ എടുക്കേണ്ടത് എന്നുള്ളത് നോക്കുക. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് സൊല്യൂഷനിൽ ചെയ്യുന്നുണ്ട്, ഓൾറെഡി ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ കണ്ടോ VRF-ലേക്ക് ആ ഇന്റർഫേസിന് ആഡ് ചെയ്തിട്ട് IP കൊടുത്തിട്ട് BGP 6500/7 കയറിയിട്ട് നൈബർഷിപ്പിൽ ISP-ലേക്കുള്ള നൈബർഷിപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ളത് DMVPN കോൺഫിഗറേഷനിൽ വരുന്ന മിസ്മാച്ച് കൊണ്ട് മാത്രമാണ് DMVPN അപ്പ് ആവാത്തത്. ഓക്കെ, പിന്നെ R5-ലുള്ള ഈ കോൺഫിഗറേഷൻ ഈ ഒരു സാധനം കൊടുക്കാൻ ചിലപ്പോൾ മറക്കും. അത് മറക്കരുത്, കാരണം ഇത് ചെയ്തില്ലെങ്കിലും DMVPN അപ്പാവും, ചെയ്താലും DMVPN അപ്പാവും. അപ്പോൾ ഇത് അവർ പറഞ്ഞ റിക്വയർമെൻ്റ് ആണ്. ആ ടിക്കറ്റിന് നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കി DMVPN അപ്പായോ ആപ്പായി എന്ന് പോരുത്. R5-ൽ നമ്മൾ ഈ പറഞ്ഞ 3 റൂട്ട്സ് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ചെയ്യണം. അത്രേ ഉള്ളൂ 1.11. കേൾക്കുമ്പോൾ ഭയങ്കര സംഭവം നമുക്ക് തോന്നും. 1, 2, 3 വട്ടം ഒന്നും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വെരിഫിക്കേഷൻ ആണ് R24-ന്റെ വെരിഫിക്കേഷൻ. R24-നെ സംബന്ധിച്ചിടത്തോളം 61-ഉം 70-യും അപ്പായി സ്പോക്കുകളാണോ അത് അപ്പാണ്, DMVPN അപ്പാണ്. EHRP നൈബേഴ്സ് അടിക്കുമ്പോൾ കണ്ടോ 61-ഉം 70-യും നൈബർഷിപ്പും ടണലിൻ്റെ ഇതിൽ 24-ൽ നൈബർഷിപ്പും അപ്പായി. പറഞ്ഞു അവിടുത്തെ നെറ്റ്വർക്ക് 10.200 ആണ് എന്നുള്ളത്. നൈബർഷിപ്പ് അപ്പാവും, വേറെ കുഴപ്പമൊന്നുമില്ല. 1.12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.12 ഇത്തിരി സിമ്പിളാണ്. ഇത് R23-നെ മാത്രം പോയിന്റ് ഓഫ് വ്യൂവിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഒരു നാറ്റ് കോൺഫിഗർ ചെയ്യുക, അത് സ്റ്റാറ്റിക് നാറ്റാക്കി കൊടുക്കുക. പിന്നെ ഇവിടുന്ന് ഒരു R24-ൽ നിന്ന് 23-നെ നമ്മൾ ടെൽനെറ്റോ SSHO ചെയ്യുമ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു ഉള്ളത്. നമുക്ക് അതിന് പാസ്വേഡ് സെറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. നാറ്റിനെ സംബന്ധിച്ച് R23 NAT ഈസ് യൂസിങ് ദി സർവീസ് പ്രൊവൈഡർ ഫോർ ദ ഇൻഗ്രസും ഈഗ്രസും ഫോർ ദ ട്രാൻസ്ലേഷൻ. പുറത്തേക്കും അകത്തേക്കും വരുന്ന കണക്ഷന് വേണ്ടിയിട്ട് ഒരു നാറ്റ് അവിടെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഫിഗർ API ഫോർ നാറ്റ്. R23 പോർട്ട് 2002 മസ്റ്റ് ബി ട്രാൻസ്ലേറ്റ് ടു TCP/80. അതായത് R23-ന്റെ 2002 എന്നുള്ള പോർട്ട് 80-ലേക്ക് ഇതാക്കണം. മാത്രമല്ല ദ ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷൻ്റെ ഇത് ലൂബാക്ക് 0-ലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യണം. R23 ഇതിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂസ് സ്റ്റാറ്റിക് പാറ്റ് ഫോർ ദിസ് ട്രാൻസ്ലേഷൻ. സ്റ്റാറ്റിക് ആയിട്ടുള്ള പാറ്റ് യൂസ് ചെയ്യണമെന്നാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം ചെയ്യുന്നത്. അതായത് IPNAT ഇൻസൈഡ് സോഴ്സ് സ്റ്റാറ്റിക് TCP എന്ന് പറഞ്ഞിട്ട് നമ്മുടെ R23-ന്റെ IP കൊടുക്കുന്ന ലൂബാക്കിൻ്റെ IP കൊടുക്കണം, 80 എന്ന് കൊടുക്കണം. അതായത് ഇതാണ് ഗിഗാബിറ്റ് 1-ന്റെ ഇന്റർഫേസ്. അത് ലൂബാക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ലൂബാക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 22 എന്നുള്ളത് 80-ലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. പിന്നെ ഇന്നും ഔട്ടും ഇൻഗ്രസും ആയിട്ടുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സെക്ഷൻ 1-നെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. R23-നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇൻസൈഡിലുള്ള നെറ്റ്വർക്കുകൾ. ഇത് ഔട്ട്സൈഡിലേക്ക് പോകുന്നതും ഇത് ഇൻസൈഡിലേക്കുള്ളതാണ്. R24 നമ്മൾ എഡ്ജ്, അതായത് SD-WAN റൗട്ടേഴ്സിനുള്ളതുകൊണ്ടാണ് നമ്മളത് നോക്കുന്നില്ല. ഈ 2 നെറ്റ്വർക്ക്സ്, അതായത് ഗിഗാബിറ്റ് 2, 3 ലൂബാക്ക് 0 IPNAT ഇൻസൈഡ് ആക്കുന്നു. R23-നെ IPNAT ഔട്ട്സൈഡ് ആക്കുന്നു. എന്നിട്ട് IPNAT ഇൻസൈഡ് സോഴ്സ് സ്റ്റാറ്റിക്, ഈ പറഞ്ഞത് ഈ താഴത്ത് പറഞ്ഞ സാധനമാണ്. IPNAT ഇൻസൈഡ് സോഴ്സ് സ്റ്റാറ്റിക് ആക്കിയിട്ട് TCP പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ലൂബാക്കിൻ്റെ IP കൊടുക്കണം. പിന്നെ പറഞ്ഞ പോർട്ട് നമ്പർ കൊടുക്കുന്നു. എന്നിട്ട് ഏതെന്നാണോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആ IP ഇത് കൊടുക്കും. അതായത് ഈ ഗിഗാബിറ്റ് 1-ന്റെ IP ടൈപ്പ് ചെയ്തതാണ് 200.99.23.2. എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് 2022 എന്നുള്ളതിന് 2002 എന്നുള്ളതിൽ 80-ലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ അതുകൂടി ഇവിടെ മെൻഷൻ ചെയ്യും. അതാണ് 1.12-ൽ സെക്ഷൻ 1. അതിന് പാർട്ട് 2 കൂടി ഉണ്ട്. പാർട്ട് 2-നെ സംബന്ധിച്ചിടത്തോളം R23 R24 തമ്മിലുള്ള ഒരു ടെൽനെറ്റ്
കണക്ഷൻ ആണ്. അതായത് ക്വസ്റ്റ്യൻ വായിച്ചില്ല. ഒന്നും വായിച്ച് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. R23 must accept the telnet connection through all high enabled gigabit Ethernet interface on port R23 ഈ പോർട്ട് നമ്പർ വഴിയുള്ള ടെൽനെറ്റ് കണക്ഷൻ മാത്രമേ എന്താണ് ഇനേബിൾ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഡിഫോൾട്ട് ആയിട്ടുള്ളത് ഡിനൈ ചെയ്യണം എന്നുള്ളത്. അതായത് ടെൽനെറ്റ് ത്രൂ 23 ഷുഡ് ബി ഡിനൈഡ്. VT5 അതായത് 3003 വഴിയുള്ളത് അക്സെപ്റ്റ് ചെയ്യണം, 23 ഡിനൈ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ പാസ്വേഡ് എന്നുള്ളത് R23 must be able to gain 23 ടെൽനെറ്റ് യൂസിങ് ദ യൂസർ നെയിം CCI യൂസർ എന്നും പാസ്വേഡ് ഇതാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇതിനാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത്. ടെൽനെറ്റ് ആക്സസ് കോൺഫിഗർ ചെയ്ത BT ഇത് പിന്നെ കുറച്ച് റെക്കമെൻഡേഷൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെയാണ് അത് കോൺഫിഗർ ചെയ്യേണ്ടത്. VT5 ലൈൻസ് 24 ഇൻ സൈൻ ആൻഡ് സൈൻ ഇൻ ഒതന്റിക്കേഷൻ മസ്റ്റ് ബി ഡൺ അഗെയിൻസ്റ്റ് ദ ലോക്കൽ ഡാറ്റാബേസ്. ലോക്കൽ ഡാറ്റാബേസ് വെച്ചിട്ടാണ് അതിന് ഒതന്റിക്കേഷൻ ചെയ്യേണ്ടത്. ഡു നോട്ട് യൂസ് ട്രിപ്പിൾ എ യൂസ് ചെയ്യരുതെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് പാടും. ദിസ് സൊല്യൂഷൻ ഷുഡ് നോട്ട് യൂസ് എനി ഡാറ്റ. ഇത് യൂസ് ചെയ്യരുത് എന്നുള്ള പറഞ്ഞു. കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. മെയിനായിട്ട് ഇവർ പറഞ്ഞ കണ്ടീഷൻസ് അനുസരിച്ച് കോൺഫിഗർ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. വളരെ സിമ്പിളാണ് സാധനം, ഇത്രയേ ഉള്ളൂ. ആദ്യം അവർ നമ്മൾ ഇനേബിൾ സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് അതിന് ഇനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. പാസ്വേഡ് നമ്മൾ ഡിഫോൾട്ട് പാസ്വേഡ് ആയിട്ട് സെറ്റ് ചെയ്യണം. ഇനേബിൾ സീക്രട്ട് ഈ ഇൻഫ്ര എന്നുള്ള രീതിയിലുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യണം. യൂസർ നെയിം CCI യൂസറിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പാസ്വേഡ് ഇത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രിവിലേജ് 15 എന്ന് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി 0 to 4 കൊടുക്കാറ്. ഇവിടെ പ്രിവിലേജ് ഇതിൽ പറഞ്ഞിട്ടില്ല പ്രിവിലേജ് 15 വരെ കൊടുക്കണം എന്നുണ്ടോന്നും. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളത് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് അറിയിച്ചു വെച്ച് കഴിഞ്ഞാൽ വലിയ ക്ലിയർ അല്ല. പക്ഷെ എന്നിരുന്നാലും ഒരു പ്രിവിലേജ് 15 വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ യൂസർ നെയിം CCI യൂസർ എന്ന് കൊടുക്കുക, പ്രിവിലേജ് 15 കൊടുക്കുക, പിന്നെ പാസ്വേഡും സീക്രട്ട് പറഞ്ഞിട്ട് പാസ്വേഡ് മെൻഷൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മളൊരു ടെൽനെറ്റ് എന്ന് പറഞ്ഞ ഒരു ആക്സസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 23 ഡിനേ ചെയ്യണം, 3003 ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണു, IP ആക്സസ് ലിസ്റ്റ് എക്സ്റ്റെൻഡഡ് എന്നുള്ളത് ടെൽനെറ്റ് എന്നുള്ളതൊരു ആക്സസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണു. എന്നിട്ട് അതിന് ഡിനേ കൊടുക്കണു. എന്തിന് ഡിനേ? TCP ഏത് TCP ടെൽനെറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഏത് TCP ടെൽനെറ്റിന്റെ പോർട്ട് നമ്പർ ആണല്ലോ 23. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എല്ലാതും ഡിനേ ചെയ്യണമെന്ന് കൊടുക്കണം. ബാക്കിയുള്ളതൊക്കെ പെർമിറ്റ് ചെയ്യണം പറയണം. ഓക്കെ, എന്നിട്ട് ലൈൻ VT5 0 to 15. അപ്പോൾ ഇപ്പോൾ 50 പ്രിവിലേജ് 15 പറഞ്ഞ പോലെ 15 കൊടുത്തിട്ട് ട്രാൻസ്പോർട്ട് ഇൻപുട്ട് ടെൽനെറ്റ് എന്ന് പറയുന്നു. ലോക്കിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആക്സസ് ലിസ്റ്റിനെ ഇവിടെ കോൾ ചെയ്തിട്ട് ഇന്നാക്കി കൊടുക്കണം. ഒരു റോട്ടറി 3 എന്ന് കൊടുക്കണം. ഇതാണ് അതിൻ്റെ കോൺഫിഗറേഷൻ. ജസ്റ്റ് ഒന്ന് വായിച്ച് അവർ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് കോൺഫിഗർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ പറയത്തൊക്കെ വലിയ കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണു, R23 നിന്ന് പിങ് ചെയ്ത് നോക്കണം. ISP ആയിട്ട് പിങ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. പിങ് കിട്ടുന്നുണ്ട്. ഷോ IP നായിട്ട് ട്രാൻസ്ലേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ട്രാൻസ്ലേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇൻസൈഡ് ഗ്ലോബലും ഇൻസൈഡ് ലോക്കലും ഇതാണ് ട്രാൻസ്ലേഷൻ എന്നുള്ളത് വരുന്ന വേണ്ടിയിട്ട് ഷോ IP നായിട്ട് ട്രാൻസ്ലേഷൻ 23 കൊടുക്കണം. 24 കയറിയിട്ട് ടെൽനെറ്റ് 10.2.255.23. പോർട്ട് നമ്പർ 333 വെച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ യൂസർ നെയിം CCI യൂസറും പാസ്വേഡ് നമ്മൾ മറ്റൊന്നും കൊടുത്തിട്ട് ഇനേബിൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് എക്സിറ്റ് ചെയ്യണം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ പിന്നെ കോൺഫിഗർ ചെയ്യണമൊക്കെ R24 ചെയ്യണമെങ്കിൽ പോലും R23 ചെറിയ എന്താ പറയുക, ശ്രദ്ധക്കുറവുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ്, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നിട്ട് അതിന് ലോഗിൻ ചെയ്യണമെന്നില്ല. യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക, എന്നിട്ട് വേണമെങ്കിൽ എക്സിറ്റ് അടിച്ചിട്ട് പുറത്ത് ഇറങ്ങാം. അത്രേ ഉള്ളൂ. 1.8 1.12 1.13 സിമ്പിളാണ്. അവർ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് മാത്രമാണ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ. ഇവിടെയാണ് നമ്മൾ ഈ ഒരു കോറിലേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് കോൺഫിഗർ ചെയ്യണത്. ഇവിടെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന ഏരിയാസ് മാത്രമേ ഉള്ളൂ. സ്വിച്ച് 700 അഡ്രസ് വുഡിങ് മീറ്റ് ദീസ് റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് താഴത്തുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. സ്വിച്ച് 7 ഹോസ്റ്റ് 71 VLAN 100ലും 72
414 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. All access port connected to the stream down host must be configured to allow only the single MAC address to be learned in the MAC table from the serial. അതായത് R71 ഈ പോർട്ടിൽ വേറെ ഡിവൈസ് വെച്ചാൽ പോലും ഇത് സ്വാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യരുത്, അതല്ലെങ്കിൽ വേറെ ഇത് കൊടുത്തു കഴിഞ്ഞാലും വർക്ക് ചെയ്യരുത്. ഈ മാക് അഡ്രസ്സിലുള്ളവർക്ക് മാത്രമാണ് ഈ പോർട്ടിൽ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അത് ആ മാക് അഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ കോൺഫിഗർ ചെയ്യണം എന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. ദ മാക് അഡ്രസ് ടേബിൾ R71 and 72 must be configured statically to meet the port security. പോർട്ട് സെക്യൂരിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക് അഡ്രസ്സ് വെച്ചിട്ട് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ R71 വയലേഷൻ ഷട്ട് ഡൗൺ ആയിരിക്കണം. R71 ഈ പോർട്ട് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷട്ട് ഡൗൺ ആയിരിക്കണം. R70 മസ്റ്റ് അബ്സല്യൂട്ട് പി സെക്യൂർ വയലേഷൻ അഗെയിൻസ്റ്റ് 60 minutes. അതിന് ടൈമിങ് നമ്മൾ 60 seconds കൊടുക്കണം എന്നുള്ളതാണ്. പോർട്ട് സെക്യൂരിറ്റി അഗെയിൻസ്റ്റ് ഏജിങ് ടൈം എന്നുള്ളത് 60 കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. R78 വയലേഷൻ പ്രൊട്ടക്റ്റ് ആണ് കൊടുക്കേണ്ടത്. R71 പ്രൊട്ടക്ഷൻ വയലേഷൻ ഷട്ട് ഡൗൺ ആണ്. R71 പ്രൊട്ടക്ഷൻ വയലേഷൻ ഷട്ട് ഡൗൺ ആണ്. R72 വയലേഷൻ പ്രൊട്ടക്റ്റ് ആണ് എന്നുള്ള രീതിയിലുള്ളതാണ് ചെയ്യേണ്ടത്, നമ്മൾ കോൺഫിഗർ ചെയ്യേണ്ടത്. ദ വയലേഷൻ ഒക്കെ 700 വിച്ച് ദ പോർട്ട് മസ്റ്റ് ബി കോൺഫിഗർ ടു റിക്കവർ. അപ്പോൾ R700 ഈ സ്വിച്ചിന്റെ access ports must be configured to recover from error disable recovery every time. error disable recovery ഈ സ്വിച്ചിലുള്ള എല്ലാ പോർട്ടിനും ആക്സസ് പോർട്ടുകളൊക്കെ error disable recovery 2 minutes ആക്കിയിട്ട് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് സിമ്പിളാണ്, നമ്മുടെ പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ പ്രശ്നം മാത്രമേ ഉള്ളൂ. കോൺഫിഗർ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ 700 പോയിട്ട് ഷോ മാക് അഡ്രസ് ടേബിൾ എന്ന് കൊടുക്കണം. എന്നിട്ട് G0/0നും G0/1ൻ്റെയും മാക് അഡ്രസ്സ് നോട്ട് ചെയ്യണം. ഇതാണ് ആ മാക് അഡ്രസ്സസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ VLAN 100ഉം 250 414ഉം ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഇന്റർഫേസ് E0/0 ആക്സസ് പോർട്ട് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് VLAN 100ലാണെന്നും പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ പോർട്ട് സെക്യൂരിറ്റി എനേബിൾ ചെയ്യാണ്. നമ്മളടുത്ത് പറഞ്ഞ കണ്ടത് അത് നമ്മൾ പോർട്ട് സെക്യൂരിറ്റി എനേബിൾ ചെയ്യണം. പോർട്ട് സെക്യൂരിറ്റി മാക്സിമം 1 എന്ന് കൊടുക്കണം. എന്നിട്ട് പോർട്ട് സെക്യൂരിറ്റി മാക് അഡ്രസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെൻഷൻ ചെയ്ത മാക് അഡ്രസ് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഏജിങ് ടൈം 60 minutes പറഞ്ഞിട്ട്, അല്ല 60 seconds പറഞ്ഞിട്ടുണ്ട്. ഏജിങ് ടൈം 1 ആക്കി കൊടുക്കുക. 1 minute ആണ് ഇവിടെ പറയുക, അവിടെ 6 secondsലാണ് പറഞ്ഞ്. പിന്നെ വയലേഷൻ ഷട്ട് ഡൗൺ ആണ്. 71 ആണ് 0/0 കൊടുക്കുന്നത്. അതിൻ്റെ വയലേഷൻ ഷട്ട് ഡൗൺ ആണ്. ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ 012ലും അവിടെ VLAN 414 ആണ്. പോർട്ട് സെക്യൂരിറ്റി കൊടുക്കണം, മാക്സിമം കൊടുക്കണം. ഇവിടെ ഏജിങ് ടൈം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ഏജിങ് ടൈം നമ്മൾ കൊടുത്തിട്ടില്ല. ഇവിടെ മാത്രമേ ഏജിങ് ടൈം പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ ഏജിങ് ടൈം പറഞ്ഞിട്ടില്ല. ഇവിടെ ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. ഇവിടെ പ്രൊട്ടക്ഷൻ എന്താണ് പോർട്ട് സെക്യൂരിറ്റി വയലേഷൻ ഇവിടെ പ്രൊട്ടക്റ്റ് എന്നാണ് പറയുന്നത്, മറ്റൊരു ഷട്ട് ഡൗൺ ആണ് പറയുന്നത്. വയലേഷൻ ഷട്ട് ഡൗൺ ആണ്, ഇവിടെ പ്രൊട്ടക്റ്റ് ആണ്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സ്വിച്ചിന്റെ ഡിസേബിൾ റിക്കവറി ഈ സെക്യൂർ വയലേഷൻ 2 minutes ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 2 minutes 120 seconds നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കോൺഫിഗറേഷൻ നോക്കിയാലും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അത്ര മാത്രമേ ഉള്ളൂ. 1.13 ചെയ്യാനുള്ളത്. 1.13 ചെയ്യാം. പിന്നെ അതിൻ്റെ വെരിഫിക്കേഷൻ ആണ്. ഷോ പോർട്ട് സെക്യൂരിറ്റി കോൺഫിഗർ ചെയ്തിട്ടുണ്ടോ നോക്കുക. അതിൻ്റെ ഷോ കമാൻഡ്സ് അടിച്ചിട്ട് പോർട്ട് സെക്യൂരിറ്റി എനേബിൾ ആണ്. പോർട്ട് സെക്യൂരിറ്റി 700ൻ്റെ ഈ 0/0ലും ഇതിലും പോർട്ട് സെക്യൂരിറ്റി എനേബിൾ ആണ്. കാര്യങ്ങൾ നോക്കുക, വെരിഫിക്കേഷൻ ചെയ്യുക. പിന്നെ ഷോ ഡിസേബിൾ റിക്കവറി എന്നുള്ളത് നമ്മൾ സെക്യൂർ വയലേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതുകൂടി ഷോ ഡിസ്കവറി എന്നുള്ളത് കൊടുത്തിട്ട് ഇത് എനേബിൾ ആണോ എന്നുകൂടി നമുക്ക്, കാരണം അതിൻ്റെ ടൈം ഇൻ്റർവെല്ലാണ് നമ്മൾ ടൈം ഇൻ്റർവൽ 120 seconds ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ 120 seconds നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെരിഫൈ ചെയ്യുക. അത്രയേ ഉള്ളൂ. 1.13 1.14 ഇത് ജസ്റ്റ് കാണാതെ പഠിക്കുക എന്നുള്ളത് തന്നെ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഐസ് VLAN അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ആ ഒരു പോയിന്റിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് ജസ്റ്റ് കാണാതെ പഠിക്കുക എന്നുള്ളത്. അതായത് ഇവിടെ ഈ ഒരു കണക്ഷനുള്ള പറ്റി 1.13 വരെയാണ് നമുക്ക് എന്തുള്ളൂ, നമ്മുടെ റൗട്ടിംഗ് ഉള്ളൂ.
റൗട്ടിംഗ് ആൻഡ് സ്വിച്ചിങ് എന്ന് പറഞ്ഞ പോർഷൻ വരുന്നത് 1.13 വരെയാണ് മേജർ ആയിട്ടുള്ളത്. ഇനി കുറച്ച് കാര്യമുണ്ട്. ഇനി ജസ്റ്റ് ഓട്ടോമേഷൻ പൈത്തൺ വരുന്നുണ്ട്, ജസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് വരുന്നുണ്ട് എന്നുള്ളതല്ലാതെ മെയിൻ ആയിട്ടുള്ള അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 1.14 വരെ വിത്തിൻ 1 അവറിന്റെ താഴെ നമ്മൾ, കാരണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് അത്രയും സ്പീഡിൽ ടൈപ്പ് ചെയ്ത് നമ്മൾ മിസ്റ്റേക്ക് ഇല്ലാതെ കാര്യങ്ങൾ തെറ്റാതെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വിടുക. അത് എന്നിട്ട് അത് ചെക്ക് ചെയ്യുക. അത് ഈ രണ്ട്, അതായത് നമുക്ക് 1.14 വരെ ചെയ്യാൻ നമുക്ക് ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തീരണം. ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സ്പേസ് ചെയ്ത് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ബാക്കിയുള്ള പാർട്ടിന് നമുക്കൊരു 3 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമുക്കത്. അതല്ല, ഇവിടെ ഡിലേ ആവും തോറും നമുക്ക് ഈ പാർട്ടിന്റെ പ്രശ്നം എന്താ, സെക്ഷൻ 2ന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇത്തിരി സിമ്പിളാണ് ചെയ്യാൻ. പക്ഷെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്ക് ആ ടൈമിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അപ്ഡേറ്റ് ചെയ്യാൻ ഇത്ര സമയം എടുക്കും. അപ്പോൾ ആ സമയത്താണ് നമുക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. നമ്മളത് ടൈമിംഗ് കഴിയണവരെ അവിടെ ഇരിക്കും വേണം. 1.1 വേറൊരു സെക്ഷനും കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു 1.14 ഇവിടെ നിൽക്കട്ടെ. 1.13 വരെ നമ്മൾ എടുത്തില്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2.1 പോവാ. 2.1 ഒരു റീഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതായത് 2.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാഞ്ച് 1ഉം ബ്രാഞ്ച് 2ഉം ഇങ്ങോട്ട്, അതായത് ഡാറ്റാ സെന്ററുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ ഒരു ISP വഴിയാണ്. ഈ ഒരു ഗ്ലോബൽ SP, ഈ ഒരു ISP വഴിയാണ്. ഈ ISP കണക്ട് ചെയ്യുന്ന R22-നെയാണ്. അപ്പൊ ഈ നെറ്റ്വർക്ക് ഈ BGP നൈബർഷിപ്പ് അപ്പായിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് 1ന്റെയും ബ്രാഞ്ച് 2ന്റെയും, അതായത് ഈ 3 ഡിവൈസസ് നിങ്ങൾക്ക് SD-WAN കാണാൻ പറ്റില്ല. ഈ 21ഉം 22ഉം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു നൈബർഷിപ്പ്, ഈ ISP ആയിട്ടുള്ള R22ന്റെ നൈബർഷിപ്പ്. അപ്പൊ ഈ 2.1 എന്താ പറയുക, ഈ നൈബർഷിപ്പ് അപ്പാക്കണു, പിന്നെ ഇത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇവിടുത്തെ റൂട്ടുകളൊക്കെ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട്, സ്വിച്ചുകൾക്ക് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ആ ഒരു പാർട്ടും കൂടി ഉണ്ട്. അതായത് എൻഷുർ ദാറ്റ് കണക്ടിവിറ്റി അണ്ടർലേ അവൈലബിൾ ബിറ്റ്വീൻ ഡാറ്റാ സെന്റർ ആൻഡ് ബ്രാഞ്ച് 1 ആൻഡ് ബ്രാഞ്ച് 2 ത്രൂ ദ ഗ്ലോബൽ SP2. Solution must meet the following requirements. Use redistribution. Redistribution use ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. Ensure OSPF metric is incremented within the data center. Data center OSPF metrics increment ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. Switch 1 must be see the prefix 1012. അതായത് OSPF ഇതിൽ ഈ പ്രിഫിക്സ്, അതായത് ഇതാണ് ആ പ്രിഫിക്സ്, ഇത് കാണണം എന്നാണ്. അതായത് ഇവിടുത്തെ റീഡിസ്ട്രിബ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്വിച്ച് 211 അത് കാണും. കാരണം ഈ സ്വിച്ച് 211 ഈ VLAN-ഉം VBOND-ഉം ഐസും കണക്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല സ്വിച്ച് 212 ഡാറ്റാ സെന്ററും VManage-ഉം കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 സ്വിച്ചും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ റൗട്ട്സ് ഇവിടെ എത്തണം എന്നുള്ളതാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നോർമലി ഇവിടെ എത്തും. അപ്പോൾ ഇതിൽ ഒരെണ്ണത്തിൽ ചെക്ക് ചെയ്താൽ മതി. കാരണം നമ്മുടെ അവിടെ ഇതിനു മുന്നേ തന്നെ നമ്മുടെ OSPF നൈബർഷിപ്പ് അപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ കണക്ടിവിറ്റി ഒക്കെ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ. R22 പോയിട്ട് BGP കയറിയിട്ട് ഈ നൈബർഷിപ്പ് അപ്പ് ആക്കണോ റീഡിസ്ട്രിബ്യൂട്ട് OSPF. ഇവിടെ ഒരു മ്യൂച്വൽ റീഡിസ്ട്രിബ്യൂഷൻ ആണ്. BGP-നെ OSPF-ലേക്കും OSPF-നെ BGP-ലേക്കും ഒരു മ്യൂച്വൽ റീഡിസ്ട്രിബ്യൂഷൻ ആണ് R22 നടക്കുന്നത്. ആദ്യം ഈ നൈബർഷിപ്പ് അപ്പ് ആക്കുന്നു, എന്നിട്ട് അതിലേക്ക് OSPF-നെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് റീഡിസ്ട്രിബ്യൂട്ട് OSPF 1 എന്ന് കൊടുക്കണം. എന്നിട്ട് അതുപോലെ തന്നെ OSPF 1 കയറിയിട്ട് റീഡിസ്ട്രിബ്യൂട്ട് BGP 65002 അവിടെ മെട്രിക് പറഞ്ഞിട്ടുണ്ട്. മെട്രിക് OSPF-ന്റെ മെട്രിക്കിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BGP-നെ OSPF-ലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് മെട്രിക് ടൈപ്പ് 1 ആക്കിയിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പിന്നെ മാത്രമല്ല റീഡിസ്ട്രിബ്യൂട്ട് കണക്റ്റഡ് സബ്നെറ്റ്സും കൂടിയും കൊടുക്കുന്നു. റീഡിസ്ട്രിബ്യൂട്ട് കണക്റ്റഡ് സബ്നെറ്റ്സും കൂടി കൊടുക്കുന്നു. BGP-നെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണു, കണക്റ്റഡ് സബ്നെറ്റും കൂടെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണു. BGP-ലേക്ക് OSPF-നെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, നൈബർഷിപ്പ് അപ്പ് ചെയ്യണം. ഇതാണ് 2.1. ഇത്രയും സെക്ഷൻ ഉണ്ട് 2.1 വരെ. അതായത് 1 മുതൽ 1.2 മുതൽ 2.1 വരെ ഒറ്റ സ്ട്രെച്ചിൽ പോരണം. അത് മാക്സിമം സ്പീഡാക്കി പഠിക്കുക, മാക്സിമം സില്ലി മിസ്റ്റേക്സ് ഇല്ലാതെ ഫോക്കസ് ആക്കിയിട്ട് ടൈപ്പ് ചെയ്ത് എത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുമോ അത്രയും സ്പീഡിൽ ചെയ്ത് പഠിക്കുക.
പിന്നെ വെരിഫിക്കേഷനും കാര്യങ്ങളും കോപ്പി പേസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് ഇത് ഈ അതായത് സ്വിച്ചിങ് ആൻഡ് റൗട്ടിങ് 2 മണിക്കൂറിനുള്ളിൽ തീരുന്നു. 2 മണിക്കൂർ മാക്സിമം ആണ്. എത്ര കൊണ്ട് താത്തി പിടിക്കണോ അത്രയും നല്ലത്. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇനി 1.14 ആണ്. ഈ 1.14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് കാണാതെ പഠിക്കുക എന്നുള്ളതാണ്. അതായത് സിസ്കോ ഐസിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്വിച്ച് 211 ഈ ഐസായിട്ടും ബോണ്ടായിട്ടും വി സ്മാർട്ടായിട്ടും കണക്ട് ചെയ്തിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള കണക്ട്, അതായത് ഐസ് സെർവർ റീച്ചബിൾ ആയ 10.2.250.11 അതാണ് 10.2.252.11 കണ്ടില്ലേ, ഇതാണ് 11ൻ്റെ ആയത്. ഇതൊന്നും ലാബ് എക്സാമിന് ഉണ്ടാവില്ല കേട്ടോ. എക്സാമിന് ജസ്റ്റ് ഈ കണക്ടിവിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ IP ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനൊരു സാധനം പറയുമ്പോൾ ഇത് എവിടെയാണെന്നൊന്നും നമുക്കറിയില്ല. ഇത് ഐസ് ആണെന്നും കൂടി ഇവിടെ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാകില്ല, ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടേ ഉണ്ടാവുള്ളൂ. ഇത് ചിലപ്പോൾ ഐസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ 10.2.250.11 എന്നുള്ളത് നമുക്കിപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്താണ് ടോപ്പോളജി ഡയഗ്രം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഐസ് സ്വിച്ച് 211ൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുന്നത് ഈ ഐസ് ഇതുവഴി റീച്ചബിൾ ആയിരിക്കണം. അതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഐസി യൂസറാണ്, ഇതാണ് പാസ്വേഡ് എന്നുള്ളതായിരിക്കണം. അതിൻ്റെ റേഡിയസ് കീ എന്നുള്ളത് ഇതായിരിക്കണം. അതിൻ്റെ ഒതൻറ്റിക്കേഷൻ പോർട്ട് 1645 അക്കൗണ്ടിങ് പോർട്ട് 1646 ആയിരിക്കണം. ഒതൻറ്റിക്കേഷൻ പോർട്ടും അക്കൗണ്ടിങ് പോർട്ടും ഇതായിരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ SSHൻ്റെ കോൺഫിഗറേഷൻ ആണ്. കോൺഫിഗറിങ് സ്വിച്ച് 211 റേഡിയസ് ഒതൻറ്റിക്കേഷൻ ഫോർ SSH കണക്ഷൻ അഗെയിൻസ്റ്റ് ഐസിലേക്കുള്ള SSHൻ്റെ കണക്ഷൻ എന്താണെന്ന് നോക്കണം. ദ കോൺഫിഗറേഷൻ മസ്റ്റ് ബി മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ ഈ താഴെയുള്ളത് നോക്കണം. എൻഷുർ ദാറ്റ് കൺസോൾ പോർട്ട് നോ ഒതൻറ്റിക്കേഷൻ, കൺസോൾ പോർട്ടിൽ ഒതൻറ്റിക്കേഷൻ ഒന്നും പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാണ് കൺസോൾ ലോഗിൻ ഒതൻറ്റിക്കേഷൻ നോ എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. പിന്നെ മനസ്സിലാക്കുക, ലോഗിൻ ഒതൻറ്റിക്കേഷൻ അടുത്ത കൺസോൾ ലെവൽ, അത് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് എൻഷുർ ദാറ്റ് ഐസ് സെർവർ നെയിം ഐസ് എന്ന് കൊടുക്കണം. അത് ഐസ് സെർവർ നമ്മൾ സെർവർ റേഡിയസ് ഐസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെർവർ ഗ്രൂപ്പ് നെയിം, സെർവറിൻ്റെ ഗ്രൂപ്പിൻ്റെ നെയിം ISCG എന്നാണ്. അപ്പോൾ അത് നമ്മൾ പറയുന്നത് ഈ AAA ഗ്രൂപ്പ് സെർവർ റേഡിയസ് ISCG എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സിക്യൂഷൻ ഗ്രൂപ്പ് നെയിം, അതായത് എൻഷുർ ദാറ്റ് ലോഗിൻ എക്സിക്യൂഷൻ ഗ്രൂപ്പ് നെയിം SSH എക്സിക്യൂഷൻ G എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതും ഇവിടെ നമ്മൾ എക്സിക്യൂഷൻ ഗ്രൂപ്പിൻ്റെ നെയിമും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് കാണാതെ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളൂ. അതായത് നമ്മൾ സ്വിച്ച് 111ലേക്ക് വരുന്നു, AAA ന്യൂ മോഡലിന് കൊടുക്കുന്നു. എന്നിട്ട് റേഡിയസ് സെർവർ ഐസ് എന്നുള്ളത് പറഞ്ഞു. ഐസിൻ്റെ IP എന്ന് പറഞ്ഞ് 10.2.51 അത് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. റീച്ചബിൾ വയ ഇത് വെച്ചിട്ട് റീച്ചബിൾ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ കൊടുക്കണം IP അഡ്രസ്സ്. ഐസിൻ്റെ സെർവറിൻ്റെ നെയിം ഐസ് എന്നുള്ളതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഐസ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെർവർ നെയിം മീൻസ് സെർവർ റീച്ചബിൾ ആയിരിക്കണം. യൂസർ നെയിം പാസ്വേഡ് ഇതാണ്, ഇതായിരിക്കണം പറഞ്ഞു. അതാ ഐസ് സെർവറിൻ്റെ നെയിം ഐസ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് സെർവർ ഐസ് എന്ന് പറഞ്ഞു. അഡ്രസ് ഫാമിലി 10.2.50.11 ഒതൻറ്റിക്കേഷൻ പോർട്ട് ഇതാണെന്ന് പറഞ്ഞു. അത് മെൻഷൻ ചെയ്യുക. കീ എന്നുള്ളത് കീ അവിടെ കൊടുത്തു. ഗ്രൂപ്പിൻ്റെ നെയിം ഇതാണെന്ന് പറഞ്ഞു. എന്നിട്ട് റേഡിയസ് സെർവർ നെയിം ഐസ് എന്നുള്ളത് പറഞ്ഞു. ജസ്റ്റ് കാണാതെ പഠിക്കുക. ഒതൻറ്റിക്കേഷൻ നോ ഒതൻറ്റിക്കേഷൻ കൊടുക്കുക. ഒതൻറ്റിക്കേഷൻ SS ഗ്രൂപ്പ് എക്സിക്യൂഷൻ ഗ്രൂപ്പ് ISCG ഈ 3 അതുപോലെ പഠിക്കുക. കൺസോൾ ഗ്രൂപ്പിൽ ഒതൻറ്റിക്കേഷൻ വേണ്ട എന്ന് പറഞ്ഞു. കൺസോളിൽ ഒതൻറ്റിക്കേഷൻ വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ലൈൻ VTY04 കയറിയിട്ട് ഒതൻറ്റിക്കേഷൻ SSH ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. ലോഗിൻ്റെ ഈ സാധനം, അതായത് ഈ 3 നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഇത് കൺസോൾ ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ്. കൺസോൾ ഗ്രൂപ്പിന് നോ ഒതൻറ്റിക്കേഷൻ പറഞ്ഞു കൊടുത്തു. ഈ 2 നമ്മുടെ VTY ടെൽനെറ്റിന് വേണ്ടിയിട്ടാണ്, അല്ല SSHന് വേണ്ടിയിട്ടാണ്. ആ 2 അവിടെ മെൻഷൻ ചെയ്തു. പക്ഷേ അത് മെൻഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പ്രോപ്പറായിട്ട് തന്നെ മെൻഷൻ ചെയ്യുക. ഇവിടെ ഒതൻറ്റിക്കേഷൻ ലോഗിൻ എന്നാണ്, ഇവിടെ ലോഗിൻ ഒതൻറ്റിക്കേഷനാണ്. അത് ക്ലിയർ ആയിട്ട് കൊടുക്കുക. പിന്നെ ട്രാൻസ്പോർട്ട് ഇൻപുട്ട് SSH, ട്രാൻസ്പോർട്ട് ഔട്ട്പുട്ട് SSH, ഇത്രയേ ഉള്ളൂ. അതോടെ ആ ഒരു കോൺഫിഗറേഷൻ കഴിഞ്ഞു. ജസ്റ്റ് കാണാതെ പഠിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും അതിൽ ചെയ്യാനില്ല. സിമ്പിളാണ്, ഒന്ന് മനസ്സിലാക്കിയാൽ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പറ്റും. പിന്നെ സ്വിച്ച് 101 നിന്ന് നമ്മൾ ടെൽനെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് 101 നിന്ന് ടെൽനെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് 211 കിട്ടും. ഐസ് യൂസർ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കോപ്പി പേസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ
ഇത് കാണാതെ പഠിച്ച് ഇത് കോപ്പി പേസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് റിസൾട്ട് വരും എന്നുള്ളത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 1.2 വരെ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ തന്നെ ഇത്തിരി കൂടുതൽ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്തിരി കൂടുതലായിട്ട് ഭയങ്കര ഇതായിട്ട് നിൽക്കും, ഇതൊക്കെ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് SD-WAN-ഉം DNAC-ഉം തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതും ഇപ്പൊ എടുക്കണോ? അത് ഇപ്പൊ കവർ ചെയ്യണോ സാറേ? ഇത് നമുക്ക് അടുത്ത സെഷനിലാക്കാം. ഇത് പ്രാക്ടീസ് ആയിട്ടേ ഇതൊന്ന് സെറ്റ് ആ ആവട്ടെ. ആയിക്കോട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പീഡിൽ ചെയ്ത് പഠിക്കുക, മാക്സിമം സ്പീഡപ്പ് ആക്കാൻ നോക്കുക. ഇത് നമുക്ക് കോൺഫിഗറേഷൻ പ്ലസ് വെരിഫിക്കേഷൻ അടക്കമാണോ 2 hours പറഞ്ഞത്? അതെ, കോൺഫിഗറേഷൻ, വെരിഫിക്കേഷൻ. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ചെയ്യാൻ നോട്ട് പാഡിൽ ഇത് ടൈപ്പ് ചെയ്യോ, ഫസ്റ്റ് ചെയ്യാം, എന്നിട്ട് നമ്മൾ കോപ്പി പേസ്റ്റ്. അപ്പൊ നമുക്ക് കോപ്പി പേസ്റ്റ് അടിക്കാനുള്ള ടൈം വേണം, ടൈപ്പ് ചെയ്യണം. കൺസോളിൽ സ്ലോനെസ്സോ അങ്ങനെ വല്ലതും ഇഷ്യൂ വരാറുണ്ടോ? ഇല്ലല്ല, അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അടിക്കുന്ന കമന്റ്സ് ചിലപ്പോൾ പ്രോപ്പർ ആയിരിക്കില്ല, നമ്മള് എറർ വരാൻ സാധ്യത കൂടുതലാണ്. നമ്മളിപ്പോ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ പലതും ചില നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് ഡിലേ വരാന്നല്ലാണ്ട് അവിടെ അങ്ങനെ സ്ലോനെസ് ഒന്നും വരാറൊന്നുമില്ല. പിന്നെ ഇത്തിരി സ്ലോനെസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് സെക്ഷൻ 2-ലാണ്. ഇത് സെക്ഷൻ 1-ല് സെക്ഷൻ 2.1 ആണ് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളൂ. സെക്ഷൻ 2-ല് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ടൈമിങ് നമ്മൾ അവർക്ക് കൊടുക്കുക തന്നെ വേണം. അത് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, സിങ്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, പോളിസി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പൊ അതിനാണ് നമ്മൾ 3 മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ ഈ 3 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി പറയണ 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ 5 ടിക്കറ്റ് ചെയ്യാനാണ് ഈ 3 മണിക്കൂർ പറയുന്നത്. അതായത് 2.3 വരെ നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള ടിക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യമാണ്. 2.4 മുതലേ തുടങ്ങണുള്ളൂ. ഈ 2.4, 2.5, 2.6, 2.4, 2.5, 2.6, 4, 5, 6, 7 ഈ 4 എണ്ണത്തിനാണ് മെയിൻ ആയിട്ട് ടൈം എടുക്കുക. ഈ 4 എണ്ണത്തിന് വേണ്ടിയിട്ടാണ് 3 അവറിന്റെ അടുത്ത്, അതായത് ഒരു 2 hours-എങ്കിലും നമ്മൾ ഈ 4 ടിക്കറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പ്ലസ് ബാക്കിയുള്ള 2 ടിക്കറ്റ് 3.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് കാണാതെ പഠിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഇത് കാണാതെ പഠിക്കുക, പേസ്റ്റ് ചെയ്യുക. അതിന് പേര് കഴിഞ്ഞാൽ ഇത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ടൈപ്പ് ചെയ്യാൻ ഏറി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് എടുത്തു എന്ന് വെച്ചാൽ 10 മിനിറ്റ് ഒന്നും വേണ്ട, ആയിരിക്കും 5 മിനിറ്റ് ഉള്ളത് ടൈപ്പ് ചെയ്ത് തരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ളത് ജസ്റ്റ് 3.2-ല് ആകെ ഇത്രയേ ഉള്ളൂ. 3.2-ല് ആകെ ഈ ഒരു സാധനം ജസ്റ്റ് ഈ ഒരു 4 കമാൻഡ്സും എവിടെ കൊടുക്കണം എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. 2.4, 3.2 കഴിഞ്ഞു. 3.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.2 വരെ ഉള്ളൂ, 3.3 ഇല്ല. അപ്പോൾ മെയിനായിട്ട് ആ 4 ടിക്കറ്റിന് വേണ്ടിയിട്ടാണ്. അല്ല, 3.3 ഉണ്ട്. അതിൽ 3.3-ല് ഈ ഒരു A എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചു. അതായത് സെക്ഷൻ 3 ചെയ്യാൻ നമുക്കൊരു 20 മിനിറ്റോ അരമണിക്കൂർ കൂട്ടിക്കോളി. അരമണിക്കൂർ വേണ്ട, ബാക്കിയുള്ള 2.5 മണിക്കൂറും നമ്മൾ ഈ 4 ടിക്കറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ചിലപ്പോൾ സ്ലോ ആയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ അപ്പോൾ നമ്മളത് അത്രയും കൺസേൺ ആയിരിക്കണം. അത്രയും ടൈം അവിടെ ഉണ്ടായാൽ പോലും നമുക്ക് ഇത് നടക്കില്ല. 2.5 മണിക്കൂർ ഉണ്ടെങ്കിൽ പോലും ആ 4 ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പൊ അത്രയും സിസ്റ്റം ചിലപ്പോൾ സ്ലോ ആയിരിക്കാം, ചിലപ്പോൾ സ്പീഡപ്പ് ആയിട്ട് വരാം. അതൊക്കെ ലെക്ക് അനുസരിച്ചിട്ട് ചിലത് ലോഡ് ആവില്ല, ചിലത് ലോഡാവും. അപ്പൊ അങ്ങനൊക്കെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അതിനൊക്കെ സമയം നമ്മൾ കാണണം. അതിനാണ് 2.5 മണിക്കൂർ നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി. ഈ 4 ടിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഈ 2.5 മണിക്കൂർ. ബാക്കിയുള്ള നമ്മൾ 1.21 വരെ, 1.2 മുതൽ 2.1 വരെ 2 hours-ന്റെ ഉള്ളിൽ തീരണം. മാക്സിമം 2 hours ആണ്. അതിന്റെ ഉള്ളിൽ എത്ര കൊണ്ട് പിടിക്കാൻ പറ്റും അത്രയും നല്ലത്. അത്രേ ഉള്ളൂ. പിന്നെ ഈ സാധനം 2. സെക്ഷൻ അത് പിന്നെ നമുക്ക് അടുത്ത ഇതിൽ നോക്കാം. അടുത്തതിൽ ഇപ്പൊ തന്നെ എല്ലാം കൂടി കേട്ട് കഴിഞ്ഞാൽ ആകെപ്പാടെ ഇതിനെ കുറച്ച് നല്ല ടഫാണ്. അപ്പം നമ്മൾ ഹലോ. ഓരോ പറഞ്ഞു. ഒരു ഡൗട്ട് ചോദിക്കണ്ട. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഡയറക്റ്റ് സെഷൻ നമ്മൾ ഓരോന്നോരോന്ന് ചെയ്തു പോകണോ, അതോ വേറെ എന്തെങ്കിലും പാർട്ടുണ്ടോ? ഡിസൈൻ ചെയ്യണോ, IP നമ്മൾ സെലക്ട് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ ഡയറക്റ്റ് നമ്മൾ ചോദ്യത്തിലേക്ക് കയറുവാണോ?
എങ്ങനെ അതല്ല നമ്മൾ എക്സാമിന്റെ കാര്യമാണോ പറയണേ? അത് തന്നെ എക്സാമിന്റെ ഒരു ബ്രീഫ്. എക്സാമിൽ തരുമ്പോൾ നമ്മൾക്ക് അവരൊരു ഷീറ്റ് തരും. ഓക്കെ. ഓക്കെ, ഒരു നോട്ട് പാഡും ഷീറ്റും തരും. നമ്മൾ ആ ഷീറ്റ് നോക്കണം. അതിൽ നമ്മുടെ ഐസിന്റെ IP, DMVPന്റെ IP, ബാക്കിയുള്ള കാര്യങ്ങൾ, ഏത് പാസ്വേഡ് യൂസ് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. എല്ലാത്തിനും IP കാരണം കാണുമോ? അതോ നമുക്ക് കയ്യിൽ നിന്ന് ഇടാൻ പറ്റുമോ ഏതെങ്കിലും പർട്ടിക്കുലർ കണക്ഷൻ IP ഇല്ലില്ലില്ല, ഇല്ലല്ലേ? ഒരെണ്ണത്തിന്റെ IP നമുക്ക് കയ്യിൽ നിന്ന് ഇടാൻ പറ്റില്ല. ഓക്കെ. ഓക്കെ, അവർ പറയണ IP ഇതൊക്കെ ഫിക്സഡ് IPs ആണ്. ഓ, ഇതെല്ലാം ഈ കണക്ടിവിറ്റി IP അവർ തന്നിരിക്കല്ലേ എല്ലാ IPസും? ഇതാണ് അതിന്റെ IPL ഉണ്ടാവുക. ഇവര് തരുന്ന IP ഇത്രേ ഉള്ളൂ. ഐസിന്റെ IP തരും. ആഹാ. പി മാനേജ് എങ്ങനെ ആക്സസ് ചെയ്യണം അതിന്റെ IP തരും. ആഹാ. പിന്നെ ഡീനാക്ക് എങ്ങനെ ആക്സസ് ചെയ്യണം എന്നുള്ളതിന്റെ IP തരും. ആ. പിന്നെ എന്താണ് അവർ യൂസ് ചെയ്ത പാസ്വേഡുകൾ എന്താണെന്നുള്ളതിന്റെ ഇതാണ്. ഇപ്പൊ ഡീനാക്കിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ്, ഐസിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ് വേണമെങ്കിൽ ലോഗിൻ ചെയ്താൽ അതിന്റെ പാസ്വേഡ്, പിന്നെ ഡീനാക്ക് വിമാൻ അങ്ങനെയുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡിവൈസിലേക്ക് ലോഗിൻ ചെയ്യാൻ. പിന്നെ നമ്മൾ ലാബിൽ മാത്രമാണ് സർവീസ് പ്രൊവൈഡറിലൊക്കെ ലോഗിൻ ചെയ്യേണ്ടുള്ളൂ. ഇതിലേക്കൊന്നും നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഓക്കെ. ഓക്കെ, അതൊക്കെ പ്രീ കോൺഫിഗർഡ് ആയിരിക്കും. വേറെ വിഷയമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് അത് നമുക്ക് ലാബാണ്. നമ്മുടെ ലാബിൽ മാത്രമാണ് നമ്മൾ ഇതൊക്കെ നോക്കണ്ടുള്ളൂ, എല്ലാം നോക്കണ്ടുള്ളൂ. മറ്റുള്ളതിൽ ഏതിലൊക്കെയാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത് അതിന്റെ യൂസർ നെയിം പാസ്വേഡ് അവർ ചെയ്യും. അപ്പൊ അതൊക്കെ നന്നായി നോക്കി മനസ്സിലാക്കി വെക്കുക, അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ മിക്കതും ഇപ്പൊ ഇപ്പൊ ഉദാഹരണം ഇതിന്റെ അകത്തൊരു /30യുടെ IP പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അവർ തന്നിട്ടുണ്ടായിരിക്കുമോ? എവിടെ /30യുടെ പറഞ്ഞു? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ ഇതിന്റെ അകത്ത് ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഒരു /30, ഏതെങ്കിലും ഒരു /30, ഇതെല്ലാം അവർ തന്നിട്ടുണ്ടായിരിക്കും കണക്ടിവിറ്റി. അല്ല, അത് ആ ഡിവൈസ് പ്രീ കോൺഫിഗേർഡ് ആയിരിക്കും. ഓക്കെ, അതിൽ കയറി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ ഓക്കെ, ഡൺ, അതെ മനസ്സിലായി. അതെ അതെ. ഓക്കെ ഓക്കെ. അതായത് ഇപ്പൊ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ 10.2.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെന്ന് തപ്പരുത്. ഓക്കെ. മനസ്സിലായില്ലേ? അതായത് ഓക്കെ. 10.2.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റൗട്ടർ ഇവിടെ ഇല്ല. 24 വരുള്ളൂ. ഓക്കെ. 10.2.255/24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൗട്ടറേ നമുക്കുള്ളൂ. 25 എന്ന് പറഞ്ഞ ഒരു റൗട്ടർ നമുക്കില്ല. മെയിൻ ആയിട്ട് അങ്ങനത്തെ ഒരു അത് ഇതായിട്ട് ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ ഇടപഴകുമ്പോ എന്തൊക്കെ ഉള്ളത് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ. ഈ IP സ്കീം മാറാനുള്ള ചാൻസ് കുറവാണല്ലോ അല്ലേ? IP സ്കീം മാറില്ല. മാറില്ല, കൺഫേം. ഓക്കെ ഓക്കെ. IP സ്കീം മാറില്ല. IP സ്കീം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈമിന്റെ ഉള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ അത് പറ്റില്ല. തന്നെ, എല്ലാ IP ഡാറ്റ എടുക്കണ്ടേ വീണ്ടും ആദ്യം തൊട്ട് കയറി? അത് നടക്കില്ല. അവിടെ ഓക്കെ. മാറിക്കഴിഞ്ഞാൽ അവിടൊക്കെ മാറുമ്പോഴാണ് നമ്മൾ പാളുന്നത്. ഓക്കെ. അതാണ് ചേഞ്ചസ് എന്നൊക്കെ പറയുന്നത്. IP ഓക്കെ. സ്കീം മാറില്ല. ഇതായിരിക്കും ഓക്കെ. IP സ്കീം. ഓക്കെ. പിന്നെ ഈ ഷീറ്റ് വേറെ തരുന്നു പറഞ്ഞല്ലോ, അത് ഫിസിക്കൽ ഷീറ്റ് ആണോ അല്ലെങ്കിൽ ഇതിൽ തന്നെ ഉള്ള അല്ലല്ല, ഫിസിക്കൽ ഷീറ്റ് തരും. ഒരു പേപ്പറും ഒരു പേനയും തരും നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അതിനകത്ത് ഈ കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. കുറച്ച് കാര്യങ്ങൾ IPs പറഞ്ഞിട്ടുണ്ടാവും എന്നാ പറഞ്ഞത് അല്ലെ അതിനകത്ത് ആ ഷീറ്റിൽ. ഒരു എഴുതാനുള്ള പേനയും പേപ്പറും തരും. മാത്രമല്ല ഒരു ഷീറ്റ് തരും. അതൊക്കെ അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ അതേമാതിരി തന്നെ ഇപ്പം 2 സ്ക്രീൻ ആയിട്ടാണോ, അതായത് 2 മോണിറ്റർ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഒറ്റ സിംഗിൾ മോണിറ്റർ ആണോ? അല്ലല്ല, രണ്ട് മോണിറ്റർ തന്നെയാണ്. 2 മോണിറ്റർ ആണ്. ഒന്ന് ഒരു എക്സ്റ്റേണൽ മോണിറ്റർ ഉണ്ടാവും, പിന്നെ നമ്മുടെ PC സ്ക്രീൻ ഉണ്ടാവും. ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ആണോ എന്ന് നോക്കുന്നത് ഇടയ്ക്ക് ആരെങ്കിലും നോക്കുക? അങ്ങനെ അതിന്റെ ഒരു അങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് അതാണ് ഇതിന്റെ പ്രശ്നം. നമ്മൾ പണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു. ഇവിടെ മുതൽ അതുവരെ പിങ് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ അത് തന്നെ. ഓക്കെ, ഏറെക്കുറെ അപ്പാണെന്നുള്ളത്. ഇവിടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോർ വൈസിൽ തന്നെ നോക്കണം. അത് നമ്മൾ വെരിഫൈ ചെയ്തിട്ട് അതാ പറഞ്ഞു 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ അത് വെരിഫൈ ചെയ്ത് ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകണം. അപ്പോ ഇടയ്ക്കിടയ്ക്ക് ആളെ നോക്കാൻ വരും. അപ്പം നമ്മളിപ്പോ ഉദാഹരണം പറയുക, ഞാൻ ഇത്രയും പാട്ട് ചെയ്ത് എന്റെ കംപ്ലീറ്റ് ആണ്, സക്സസ് ആണെന്ന് പറഞ്ഞാൽ അതോ ലാസ്റ്റിലേ അത് വരത്തുള്ളൂ നോക്കാൻ? എങ്ങനെ ഒരാളും നമ്മളോട് ചോദിക്കാൻ പറ്റില്ല. ഇതെങ്ങനെ നമ്മുടെ സക്സസ് ആയെന്ന് അറിയുന്നത്? അവരെങ്ങനെ വെരിഫൈ ചെയ്യുന്നത്? ഓരോ സെക്ഷന്റെയും വെരിഫിക്കേഷൻ അവർ ഏറ്റവും അവസാനം ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട്. അതെ, ഓക്കെ 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 ഓക്കെ, മനസ്സിലായി. റണ്ണായി സക്സസ് ആവുകയാണെങ്കിൽ അത് മുന്നോട്ട് പോക്കോളൂ അല്ലേ? അതായത് നമ്മളിപ്പോ ഒരു സെക്ഷൻ 1.2 ചെയ്തു, അടുത്ത് ചെയ്തു, നമുക്ക് ഓരോന്ന് ചെയ്യുന്ന സമയത്ത് നമ്മളത് വെരിഫൈ ചെയ്ത് പോകും. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ എല്ലാം ഒരുമിച്ച് വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് വെരിഫൈ ചെയ്യാം. അതായത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ എക്സാം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുള്ള് ചെയ്തത് ശരിയാണോ എന്ന് മാത്രമേ അവർ നോക്കുകയുള്ളൂ. അവര് നോക്കുന്നത് ഇപ്പോ അവരുടെ സ്ക്രിപ്റ്റ് റൺ ആവുന്ന സമയത്ത് അവര് കോർ ചെയ്യുന്ന കുറച്ച് ഔട്ട്പുട്ടുകൾ ഉണ്ടാവും. ഇപ്പൊ മെയിൻ ആയിട്ട് അവർ പറഞ്ഞ പാസ്വേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്. നമ്മുടെ ചിലപ്പോൾ DMVPN അപ്പായിരിക്കും. അതല്ലെങ്കിൽ ഈ നൈബർ ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞ R5-ന്റെയോ R61-ന്റെയും നൈബർഷിപ്പ് അപ്പായിരിക്കും. നമുക്ക് റിസൾട്ടും കിട്ടും.
പക്ഷെ നമ്മൾ അവിടെ ഒതന്റിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ. ഒതന്റിക്കേഷൻ യൂസ് ചെയ്യാതെ നമുക്ക് തപ്പാക്കി എടുക്കാൻ പറ്റും. ആ പക്ഷെ മനസ്സിലായി. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി അവരെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ സ്ക്രിപ്റ്റ് മീറ്റ് ചെയ്യുന്നത് നമ്മൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ, ഓക്കെ. അത് എന്താണ് ആ സ്ക്രിപ്റ്റ് എന്ന് നമുക്കറിയില്ല. ഈ ലാബ് വെച്ചിട്ട് അവരുടെ ഇത് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്, നമുക്ക് ഫുൾഫിൽ പക്ഷെ ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഒരു സെഷൻ കഴിഞ്ഞു, കംപ്ലീറ്റ് ഒരു സെഷൻ കഴിഞ്ഞ് അടുത്ത സെഷൻ. ഒന്നുമില്ല. ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരില്ല. അതല്ല, എനിക്ക് സ്വയം ചെക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണം ഞാൻ ഒരു നമുക്ക് സെഷൻ ചെക്ക് ചെയ്യാൻ കഴിഞ്ഞു, പറ്റും. നമുക്ക് ചെക്ക് ഈ ചെയ്യാൻ പറ്റും അല്ലേ? വെരിഫിക്കേഷൻ കമാൻഡ്സ് ഒക്കെ ചെക്ക് ചെയ്ത് അല്ല, ഏറ്റവും അവസാനം എല്ലാ പാളിയത് പറയുമല്ലോ ഇടയ്ക്ക് ഒരെണ്ണം പോയെന്ന്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെരിഫൈ അല്ലേ നമ്മൾ ചെയ്ത പാട്ട്? നമ്മൾ നമ്മൾ നോർമലി step by step ഓരോ സെക്ഷനും ഓരോ സ്റ്റെപ്പും ഓരോ സെക്ഷനും കഴിഞ്ഞ് അതിന്റെ വെരിഫിക്കേഷൻ നമ്മൾ ചെയ്തു നോക്കുക. ഓ, ഓക്കെ അതെ. ഓക്കെ. അപ്പൊ എന്നിട്ട് നമുക്ക് അടുത്ത തന്നെ കാണിക്കാം സെക്ഷനിലേക്ക് റിസൾട്ട് പോകും, അതിന്റെ സക്സസ് ആണെന്ന്. ഓക്കെ. വെരിഫിക്കേഷൻ. അതെ അതെ, ഓ, നമ്മൾ ആ വെരിഫൈ ചെയ്ത് പോകണം എന്നുള്ളതാണ്. ലാസ്റ്റിലാവുമ്പോൾ നമുക്ക് അറിയില്ല എവിടെയാണ് പ്രശ്നം എന്നുള്ളത്. ഓക്കെ ഓക്കെ. അത് ഈ അതാ റൗട്ടർ ലാബ് റീസ്റ്റാർട്ട് വല്ലതും ചെയ്യോ? എന്തെങ്കിലും ഡിവൈസ് അപ്ലയൻസ് എന്തെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യോ? ഐസോ എന്തെങ്കിലും ഒക്കെ? ഇല്ല, ഒന്നും ചെയ്യില്ല. ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോംപ്റ്റിനെ വിളിച്ച് പറയണം. പിന്നെ നോർമലി ഐസിൽ ലോഗിൻ ചെയ്യാൻ പറ്റില്ല, അതിന്റെ IP എന്താണ് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു തരില്ല. കാരണം അത് അത് ഷീറ്റിൽ തന്നിട്ടുണ്ട്. അതൊക്കെ ഇതാണെന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു തരില്ല. അവർ ഏതെങ്കിലും ഡിവൈസ് ആക്സസ് അല്ല, ഡിവൈസ് കണക്ട് ചെയ്യുന്നില്ല, ഡിലേ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്ന് നോക്കിയിട്ട് അതിനുള്ള ഗ്രേസ് ടൈം നമുക്ക് ചിലപ്പോൾ ആഡ് ചെയ്ത് കിട്ടാനും ചാൻസ് ഉണ്ട്. അത് അതെ, നമ്മളത് അത് പറയണം. കിട്ടാറുണ്ട്. അതെ, അത് നമ്മൾ കംപ്ലൈന്റ് ചെയ്യണം. അത് നമ്മൾ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കിട്ടൂല. അതെ, നമ്മൾ പറയണം. കണ്ടിന്യൂസ് ഒരു 8 മണിക്കൂറാണ് ലാബ്? കണ്ടിന്യൂസ് അങ്ങനെയല്ല, കണ്ടിന്യൂസ് 8 മണിക്കൂറാണ്. അതായത് നമുക്ക് ഇതിനുള്ള ഡിസൈനും വരുന്നുണ്ട്, നമുക്ക് ലാബും വരുന്നുണ്ട്. ലാബ് നമുക്ക് ആകെ വരുന്നത് 5 മണിക്കൂറാണ്. അല്ല, ആദ്യത്തെ പാട്ട് അത് ഡിസൈൻ ആണോ? ആദ്യത്തെ പാർട്ട് ഡിസൈനാണ്. ഓക്കെ. ഡിസൈൻ കഴിഞ്ഞാൽ നമുക്ക് എന്താ ബ്രേക്ക് ഉണ്ട്? പിന്നെ ഇത് ബ്രേക്ക് ഇല്ലേ? 8 മണിക്കൂർ കണ്ടിന്യൂസ് എഴുതണോ? ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസൈൻ നിങ്ങൾക്ക് 3 മണിക്കൂറിന്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് തീരും. ഓക്കെ. അവിടുത്തെ ബ്രേക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12:30 മുതൽ ഒരു അരമണിക്കൂർ അവർ തരും. ആ സമയത്ത് അവരത് പോസ് ചെയ്ത് വെക്കും. അതല്ലാണ്ട് ഇന്ന പോർഷൻ കഴിഞ്ഞാൽ ബ്രേക്ക് എന്നുള്ളതില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 1.5 മണിക്കൂറിന്റെ ഡിസൈൻ കഴിഞ്ഞു, നിങ്ങൾ ചിലപ്പോൾ ഡൂ പാർട്ട് തുടങ്ങിയിട്ടുണ്ടാവും. ഡൂ പാർട്ടിന്റെ പകുതിയിൽ വെച്ചിട്ടാവും നടക്കുന്നുണ്ടാവുക. അപ്പൊ അവരുടെ ഡിസൈൻ ടൈം ഇപ്പൊ ഞാൻ പെട്ടെന്ന് തീർത്ത എനിക്ക് അടുത്ത പാട്ടിലോട്ട് കയറാം അല്ലേ? വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? ഇല്ല. പക്ഷെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാണ്ട്, അത് വേറൊരുത്തൻ അത് ക്ലെയിം ചെയ്തിരുന്നു. അതായത് ഡിസൈൻ എടുക്കുമ്പോൾ നമ്മൾക്ക് അറിയാമെങ്കിൽ പോലും നമ്മൾ ആ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കണം, റിസോഴ്സസ് ചെക്ക് ചെയ്യണം. ആഹാ. അതായത് നമ്മളിപ്പോൾ ഡിസൈൻ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ ക്വസ്റ്റ്യൻ ഇതാണെന്ന് പറഞ്ഞിട്ട് ടൈറ്റ് എടുത്തിട്ട് പോകും. അപ്പോൾ നമ്മൾ റിസോഴ്സസ് ഒന്നും നോക്കൂല. അപ്പോൾ അത് അവർക്ക് മനസ്സിലാവും. അരമണിക്കൂർ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഡിസൈൻ പ്രോപ്പറായിട്ട് നമ്മൾ പഠിച്ച ഡിസൈൻ തന്നെ വരുന്നേച്ചാൽ 30 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ. 30 ക്വസ്റ്റ്യൻസ് ടിക്ക് ചെയ്ത് പോകാൻ കയറി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ കൊണ്ട് പരിപാടി തീരും. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ അതിന്റെ റിസോഴ്സസ് വെറുതെ വായിച്ചു ആദ്യ നോക്കണം. ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അപ്പൊ എന്തായാലും നമ്മൾ ഒരു മണിക്കൂറെങ്കിലും ഡിസൈനും സ്പെൻഡ് ചെയ്യണം. ഓക്കെ, മിനിമം. പിന്നെ നമ്മൾ ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളതല്ല, ബെസ്റ്റ് റിസോഴ്സസ് ഒന്ന് ഓപ്പൺ ചെയ്യും. റിസോഴ്സ് ഓപ്പൺ ചെയ്യാതെ എങ്ങനെയാണ് സൊല്യൂഷൻ കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. കാരണം അവർ അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ചെയ്യും. നമ്മുടെ പാസ്സാണെങ്കിൽ പോലും നമ്മളത് ബ്ലോക്ക് ചെയ്യും. അത് നമ്മളൊരു സ്റ്റുഡന്റ്, അതായത് ഒരു കേസിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത്. അതായത് അതിന്റെ ഇടയ്ക്ക് തന്നെ പുള്ളി വന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നും നോക്കാതെ എങ്ങനെ എത്രയും ടൈപ്പ് ചെയ്തു എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. സർവീസ് പ്രൊവൈഡറിന്റെ ഒരു എക്സാമില്, വേറെ ഇതിന് എന്റർപ്രൈസിലല്ല, വേറൊരു എക്സാമില്. അങ്ങനെ പുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, റിസൾട്ടിനകത്ത് ഫെയിലായി. അപ്പോ കാരണം അവർക്ക് വേറൊരു സ്ക്രീനിൽ നമുക്ക് നമ്മളെ എന്തൊക്കെ ആക്സസ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്ക് അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ കറക്റ്റ് നമ്മൾ വായിക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ വേരിയേഷൻസ് ഉണ്ടോ, പാസ്വേഡിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് കംപ്ലീറ്റ് നമ്മൾ നോട്ട് ചെയ്യുമാണ്. അതെ, ഓൾമോസ്റ്റ് ഒക്കെ ശരിയായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ധൃതി പിടിച്ചിട്ട് ഇപ്പൊ ഡിസൈൻ അരമണിക്കൂർ കൊണ്ട് തീർത്തിട്ട് എനിക്ക് മറ്റേ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊന്ന് നോക്കി നോക്കുക, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മാക്സിമം സ്പീഡായിട്ട് ചെയ്യാൻ നമുക്ക് എന്താ വെച്ചാൽ ഈ ഡിസൈൻ പെട്ടെന്ന് തീർത്ത് അതിലേക്ക് കയറി കഴിഞ്ഞാലും നമുക്ക് 5 മണിക്കൂറിനല്ലേ അതിനകത്ത് കിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ 3 മണിക്കൂറിന്റെ എക്സ്ട്രാ അവർ തീർത്ത് കഴിഞ്ഞാൽ ആ അവർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലേ? അപ്പം ഇല്ല, ബാക്കി ഡിസൈനിന്റെ ഇപ്പൊ 3 മണിക്കൂറിന്റെ ഡിസൈൻ ആണെങ്കിൽ നമ്മൾ 2 മണിക്കൂർ കൊണ്ട് തീർത്ത് വിചാരിച്ചിട്ട് ആ 3 മണിക്കൂർ മറ്റേലേക്ക് ആഡ് ആവില്ല. ആ 1 മണിക്കൂർ ആഡ് ആവില്ലല്ലേ? ഓക്കെ. അപ്പം പിന്നെ പ്രത്യേകിച്ച് കഥയില്ല. കഥയൊന്നുമില്ല. നമുക്ക് ഇത്തിരി നേരത്തെ പോകാന്ന് മാത്രം. മറ്റേ 5 മണിക്ക് ഇറങ്ങി പോകണം, മറ്റേ 3 മണിക്ക് ഇറങ്ങി പോവാം, മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഡിസൈന്റെ കേസിൽ നമ്മൾ സൊല്യൂഷൻസിൽ നമുക്ക് പർച്ചേസ് സൊല്യൂഷനിൽ കറക്റ്റ് ക്വസ്റ്റ്യൻ അത്
എക്സാക്ട്ലി അവിടെ കിട്ടുന്ന ഡയഗ്രം കാര്യങ്ങളും അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ കംപ്ലീറ്റ് ഇല്ലല്ലോ, നമ്മൾ കാണാതെ പഠിച്ച് പോവല്ലേ ശരിക്കും ഇതുവരെ അത് ചെയ്യുന്ന. ഡിസൈനിന്റെ പ്രശ്നം അതാണ് എല്ലാവരും പോകുന്നത്. ഡിസൈനിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസൈൻ നമ്മൾ എക്സാക്ട് ഇതുപോലെ വരൂല. നമ്മൾ ആകെ ആ കീവേഡ് പഠിച്ചിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും കീവേഡ് അതിൽ ഒരു 80% ഒക്കെ കീവേഡ് അതിൽ വരും നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻ്റെ. അപ്പോൾ അതിന്റെ ആൻസർ എന്താണ്, പിന്നെ നമ്മൾ പറഞ്ഞ ഓപ്ഷൻസും ആയിരിക്കില്ല അതിൽ വരിക. പക്ഷെ നമ്മൾ പറഞ്ഞ കറക്റ്റ് ആൻസറിന്റെ ഓപ്ഷൻ അതിലുണ്ടോ? ഓക്കെ അതായത് ഓക്കെ. നമുക്കിപ്പോൾ ഒരു 4 ഓപ്ഷൻസ് ഇപ്പോൾ CLC തന്നിട്ടുണ്ടാവും. പക്ഷെ അതിലത്തെ ഒരെണ്ണമായിരിക്കും ശരി, ബാക്കി 3 റോങ് ആയിരിക്കും. പക്ഷെ ആ 3 റോങ് ശരിയുള്ളത് ആയിട്ടുള്ള മാത്രം പഠിച്ചിട്ട് റോങ് ആയിട്ടുള്ള ഓപ്ഷൻസ് അവർ അവിടെ തരുന്നത് ഈ CLC-യിലുള്ള പോലത്തെ ആവില്ല. ഇപ്പൊ നമ്മൾ വിചാരിച്ചു പോണത് എന്താ, 4 പഠിക്കും, നമ്മൾ പഠിച്ചു പോയിട്ട് അതിലത്തെ ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ അവിടെ പോകുമ്പോൾ 3 ഓപ്ഷൻസ് വേറെ 3 ഓപ്ഷൻസ് ആണ്. ഇതും കൂടി കാണുമ്പോൾ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അത് ഈ CLC മാത്രമല്ല, ഒരൊറ്റ വെണ്ടറും അതിന്റെ എക്സാക്ട്ലി വരുന്ന ഇത് നമുക്ക് ഔട്ട് ആക്കിയിട്ടില്ല ഇതുവരെ. അതെന്താണ് അതിന്റെ റീസൺ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇതൊക്കെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് അവര് തരുന്നില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഇത് മാത്രം പഠിച്ച് പിന്നെ ഒരു സൊല്യൂഷൻ്റെ ആൾക്കാരും കംപ്ലീറ്റ് ഡിസൈൻ തരില്ല. അവര് മനഃപൂർവ്വം 2 ഡിസൈനിന്റെ ആൻസർ തെറ്റിച്ചിടും. അതെന്തിനാ അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫുൾ മാർക്ക് ഫുള്ളിൽ കിട്ടരുതെന്നാ? ഫുൾ ഫുൾ മാർക്ക് മാർക്ക് കിട്ടരുതെന്ന് കിട്ടാൻ വിചാരിക്കും. അത് ശരി. എങ്ങനെ പോയാലും അത് ചിലത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ചിലതിന്റെ ക്വസ്റ്റ്യൻസ് മാറ്റും. അപ്പൊ എന്താ ഇത് വെച്ചാല് നമ്മൾ ഒരെണ്ണത്തിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക. അതായത് ഇപ്പൊ CLC ചിലപ്പോൾ 2 തെറ്റിച്ചിട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും, നമ്മൾ മറ്റെടുത്ത് നോക്കുമ്പോൾ ഇതിന് വേറെ ആൻസർ ഇതിൽ നിന്നുണ്ടാവും പാസ് ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ സംഭവം. ഇതാണ് അതിന്റെ സംഭവം. അപ്പൊ CLC-യിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ 2 തെറ്റുള്ളൂ, ബാക്കിയൊക്കെ അവരുടെ ശരിയായിരിക്കും. അതല്ലെങ്കിൽ മറ്റവരുടെ ചിലപ്പോൾ വേറെ 2 ആയിരിക്കും, ചിലപ്പോൾ അവർ അല്ലെങ്കിൽ ഒരെണ്ണമായിരിക്കും. ചിലവർ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നവരുണ്ടാവും. പക്ഷെ അല്ലെങ്കിൽ നമുക്ക് അത്രയും നോളജ് ആയിട്ട് അത് ഫുള്ള് നമ്മൾ ക്ലിയർ ആക്കി ടോപ്പിക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എക്സാക്ട്ലി എന്താണ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കി, അതായത് മഗപ്പ് ചെയ്യാതെ ബൈ ഹാർട്ട് പഠിക്കാതെ കറക്റ്റ് മനസ്സിലാക്കി അതെ, ചെയ്തിട്ടുണ്ടാവും. ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെണ്ടറിനെ സ്റ്റിക്ക് ചെയ്തിട്ട് നോക്കുക, പിന്നെ മനസ്സിലാക്കുക. പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക. പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് പുതിയ ക്വസ്റ്റ്യൻ, അത് മനസ്സിലാക്കി എടുക്കുക എന്നല്ലാതെ ആൻസർ ചിലപ്പോൾ ചേഞ്ച് ആവാൻ സാധ്യത ഉണ്ട്. ഇതൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യണതാണ് കേട്ടോ. ഇതൊക്കെ 100% ശരിയാണെന്നുള്ള ഒരു കാഴ്ചപ്പാടൊന്നുമില്ല. ഒക്കെ നമ്മൾ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, നമ്മളൊന്ന് മനസ്സിലാക്കി പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഇതിന്റെ അതിപ്പോ ഏതെങ്കിലും ഒരു പാർട്ട് ശരിയല്ല, ബാക്കിയെല്ലാം നമ്മൾ മുന്നോട്ട് പോയി ബാക്കിയെല്ലാം കറക്റ്റ് ആണെങ്കിലോ എങ്ങനെ, എന്നാലും ഫെയിൽ ആണോ? അങ്ങനെയല്ല, അത് ടോട്ടൽ 80% നമുക്ക് കിട്ടണം എന്നേ ഓ ഉള്ളൂ. മാർക്ക് കൺസെഷൻ അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ഓരോ സെക്ഷനും മാർക്ക് ഉണ്ട്. DMVP-നൊക്കെ ഡൗൺ ആയി കഴിഞ്ഞാൽ ഒന്നും നോക്കാനില്ല. പിന്നെ മാത്രമല്ല ചില സെക്ഷൻസിന് മാർക്ക് കൂടുതലാണ്. ഓക്കെ, പ്രയോറിറ്റി ഏതിനായിരിക്കും കൂടുതൽ? DMVP-നെ കുറവാണ് പ്രയോറിറ്റി? അല്ല, DMVP-നൊക്കെ ഹൈ പ്രയോറിറ്റി ആണ്. ഹയർ പ്രയോറിറ്റി. ഓക്കെ. DMVP-ന് ഇതുണ്ട്, പിന്നെ ബ്രാഞ്ച് 1 സെക്ഷൻ 2-ന് നല്ലതാണ്, 3-ക്കും ഉണ്ട്. അപ്പൊ ഓരോന്നിനും മാർക്ക് ഉണ്ട്, അതിനനുസരിച്ചിട്ടാണ്. ഒരു സാറ് പറഞ്ഞ പോലെ 80% 95 എങ്ങനെയാണെന്ന് അറിയില്ല, അതിനനുസരിച്ച് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒക്കെ ശരിയാവണമെന്നൊന്നുമില്ല. കുറച്ച് തെറ്റിയായാലും നമ്മൾ പാസ്സായി പോകും, ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അല്ല, ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒരു സെഷൻ നമുക്ക് ശരിയാവുന്നില്ല, കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അതിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യല്ലേ? അത് ഉദ്ദേശിച്ച് വെച്ചോ, മുന്നോട്ട് പോകാമല്ലോ, ബാക്കിയുള്ള ടൈമും പോകത്തില്ല. എല്ലാ ആൾക്കാരും ഫെയിൽ ആവുന്ന അങ്ങനെ ഉണ്ടല്ലോ, ഒരിടത്ത് ഇത് കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ കൂടുതൽ ടൈം അത് സ്പെൻഡ് ചെയ്യും. ഇതെന്താ വെച്ചാൽ ഇപ്പൊ ഈ ഇതിലത്തെ ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഡാറ്റാ സെന്ററിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവരുടെ നൈബർഷിപ്പ്, ഈ 4 സ്വിച്ചിന്റെ നൈബർഷിപ്പ് അപ്പായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആ ടിക്കറ്റിനെ മാത്രം ബാധിക്കണതല്ല. ഈ 4 നൈബർഷിപ്പ് അപ്പായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഐസൊലേറ്റ് കോണ്ടാക്ട് വരില്ല, ഈ താഴത്തുള്ള റൗട്ടുകൾ മുകളിലെത്തില്ല. അപ്പോ ഈ ഒരു 4 ടിക്കറ്റ് മാത്രം നമുക്ക് ബാക്കിയുള്ള എല്ലാ ടിക്കറ്റിനും അത് എഫക്ട് ചെയ്യും. അതെ, അങ്ങനെ അല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇതിപ്പോ ഇവിടെ ഒന്ന് ചോദിച്ചോ, ഇവിടെ ഇപ്പൊ ഈ സ്വിച്ച് ഇതിലേക്ക് VLAN-ലേക്ക് ആഡ് ചെയ്തില്ല, ഓക്കെ, മറന്നുപോയി, അതല്ലെങ്കിൽ അത് പ്രോപ്പർ ആയില്ല, ഇതിനൊന്നും വേറെ ഒന്നിനും എഫക്ട് ചെയ്യണമൊന്നുമില്ല. ഇത് ഈ ഒരു ടിക്കറ്റിന് മാത്രം ഇതിന് 2 മാർക്ക് കാണിച്ചാൽ 2 മാർക്ക് പോയി, അല്ലെങ്കിൽ 4 മാർക്ക് 4 മാർക്ക് പോയി, അത്രയേ ഉള്ളൂ. പക്ഷെ മറ്റേതിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന എന്തെങ്കിലും ടിക്കറ്റ് താഴത്തുണ്ട് എന്നുണ്ടെങ്കിൽ അത് അതിന്റെ മാർക്കും കൂടിയും പോകും. അങ്ങനെ ഒരു പ്രശ്നം കണ്ടുണ്ട്. അത്രേ ഉള്ളൂ. എന്തായാലും ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യുക, മാക്സിമം നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, അത്ര തന്നെ. ബാക്കിയൊക്കെ റാത്താന്ന് വിചാരിക്കുക. പിന്നെ സെക്ഷൻ 2-നെ ഇതിന്റെ ഇതൊന്നും ഞാൻ ലാബിൽ ചെയ്ത് കാണിച്ചു തന്നിട്ടില്ല. വെരിഫിക്കേഷൻ ഞാൻ
ജസ്റ്റ് വെരിഫിക്കേഷൻ ഇതുപോലെ തന്നെയാണ് വെരിഫൈ ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും. നമുക്ക് ഫുള്ള് പ്രാക്ടീസ് ചെയ്ത് ഏകദേശം അപ്പായതിനു ശേഷം നമുക്ക് ഒരു വട്ടം നമുക്ക് ഇതേമാതിരി ലാബിലെ ഒരു വട്ടം ചെയ്ത് ചെയ്തു തരാം, അതും കുഴപ്പമില്ല. പക്ഷെ ആദ്യം നിങ്ങൾക്ക് ഒരു ഐഡിയ വരണം, ഇതെന്താ ചെയ്യണമെന്നുള്ളൊരു ബോധം നിങ്ങൾക്കും. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാണ്. ഇത്രയും കാര്യങ്ങൾ ഇപ്പം ഈ പറഞ്ഞ അത്രയും ലാബിന്റെ കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാബിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. എന്താണ് ലാബ് എന്ന് മനസ്സിലാവും, എന്താണ് കോൺഫിഗറേഷൻ ഈ ലാബിലുള്ളതെന്ന് മനസ്സിലാവും. ഇനിയുള്ളത് കുറച്ച് നമ്മുടെ വെബ് ബ്രൗസറിൽ നമ്മൾ നെക്സ്റ്റ് ടിക്ക് പേര് എഴുതൽ അങ്ങനത്തെ കുറച്ച് പരിപാടികളുള്ളൂ. മനസ്സിലായില്ലേ? ഈ സെക്ഷൻ 2ഉം 3ഉം 4ഉം, അതായത് ഈ 2.4, 2.5, 2.6 എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ നമ്മൾ ഒരു വെബ് ബ്രൗസർ നമ്മുടെ GUI വേർഷൻ ഇന്റർഫേസിൽ നമ്മൾ ജസ്റ്റ് കോൺഫിഗർ ചെയ്തും കാര്യങ്ങളും ചെയ്യണമെന്നേ ഉള്ളൂ. ഇതൊക്കെ അങ്ങനെ ചെയ്യാനേ ഉള്ളൂ. ആ സ്റ്റെപ്പുകൾ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഈ കാണുമ്പോൾ കുറേ ഉണ്ടെന്നുണ്ടെങ്കിലും സ്റ്റെപ്പ് വളരെ സിമ്പിളാണ്. 2 ടിക്ക് അടിച്ച് കഴിഞ്ഞാൽ പോകാവുന്ന, 3 ടിക്ക് കണ്ടോ, ഇങ്ങനത്തെ ഒരു ഇന്റർഫേസിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് വരെ ഉള്ളത് 2.1 വരെ നിങ്ങൾ ക്ലിയർ ആക്കിയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഒരു ഓൺലൈൻ ലാബ് വെച്ചിട്ട് ബാക്കി നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്തിരി സ്മൂത്ത് ആയിട്ട് കാര്യം പോകും ചെയ്യും. ഓക്കെ, ശരി സാറേ, വേറെ ഒന്നുമില്ലല്ലോ? ഓക്കെ 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 താങ്ക്സ് നല്ല ശരി കേട്ടോ.